അതെ ടീച്ചറെ, കഴിക്കുന്നു. വിനു ഒന്ന് മ്യൂട്ട് ചെയ്യോ പ്ലീസ്? വിനു ക്ലാസ് ഇല്ലേ ഇന്ന്?
അറിയില്ലല്ലോ, കുറെ നേരമായി കയറിയിരിക്കാൻ തുടങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. സ്മാർട്ട് മിസ് ഇത് ഇട്ടിട്ടുണ്ടല്ലോ. Hi all, good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Okay, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? മഴയാണ്. ഓക്കെ, ഞാൻ സുഖാണ്. പിന്നെ എന്തൊക്കെയുണ്ട്? എക്സാം എല്ലാം കഴിഞ്ഞു അല്ലേ? ഫ്രീ ആയി. എക്സാം കഴിഞ്ഞു, റിസൾട്ട് അറിഞ്ഞു, അതുകൊണ്ട് സമാധാനം അല്ലെ? ആശ്വാസം. അതെ അതെ, ടെൻഷൻ ഫ്രീ ആയിട്ട് ക്ലാസ് ഇരിക്കുന്നു അല്ലേ? അതെ അതെ. ഓക്കെ, പിന്നെന്താണ്? പിന്നെ വിശേഷങ്ങളൊക്കെ പറയൂ. കൊറേ നാളായി കണ്ടിട്ട് അല്ലേ? എന്താണിത് മിണ്ടാത്തെ? സൈലന്റ് ആണല്ലോ ക്ലാസ്. ഒരുപാട് പേരുണ്ടല്ലോ ക്ലാസ്സില്. ഇതാണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ കാരണം എന്താ? ഞാനും അതന്നെ ആലോചിക്കേണ്ടത്. ആരും സംസാരിക്കണില്ല. എന്തുവരെയെന്ന് പറഞ്ഞാൽ എക്സാമിന്റെ ഒക്കെ ടെൻഷൻ ആയിരുന്നു. ഇപ്പോഴും ആരും സംസാരിക്കണില്ല. ഇപ്പൊ ഒരു ടെൻഷനും ഇല്ല, ചുമ്മാ ക്ലാസ്സിൽ ഇരിക്കാം. അതെ, മിസ് സുഖമായിട്ടിരിക്കുന്ന. അമ്മന് സുഖാണോ? പിന്നെ സുഖം. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? സിമ്പിൾ ആയിരുന്നോ? സിമ്പിൾ ആയിരുന്നു. സിമ്പിൾ ആയിരുന്നു, കുറച്ച് ടഫും കൂടെ ആയിരുന്നു. ആണോ? അങ്ങനെയുണ്ടോ? ആദ്യത്തേനും സുന്ദരി ആയിക്കണല്ലോ. ഓക്കെ, സമ്മതിച്ചു. ഇത് സൗന്ദര്യം നോക്കാനൊന്നും ടൈം ഉണ്ടായിരുന്നില്ല. ഇംഗ്ലീഷിന്റെ ടെൻഷൻ ഇരുന്നേക്ക ഒരാൾക്ക്. ഇപ്പൊ എക്സാം റിസൾട്ട് വന്നപ്പോഴാണ് മിസ്സിന്റെ സൗന്ദര്യം. അതെ, സത്യം എന്നത് കണ്ടത് ഇപ്പോഴാണ് അല്ലേ? മറ്റത് ഇംഗ്ലീഷ് ടീച്ചർ അല്ലെ, ഇംഗ്ലീഷിന്റെ ടെൻഷൻ, ഇംഗ്ലീഷ് ടീച്ചറാണ്, ആ ഒരു മൈൻഡൊക്കെ ആയിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. കൂൾ അല്ലെ? റിസൾട്ട് വന്നു, പാസ്സായി. എന്തെന്നാണല്ലേ? ഇനി കോൺടെക്സ്റ്റ് പഠിക്കണം. ഇതിനു വേണ്ടി എല്ലാവരും ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. എല്ലാവരും, ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. കൊള്ളാം. കോൺടെക്സ്റ്റ് പഠിക്കാൻ ഇത്ര ആഗ്രഹമാണോ? കോൺടെക്സ്റ്റ് പഠിക്കാൻ കയറിയതാണോ നിങ്ങൾ? അല്ലെങ്കിൽ ചുമ്മാ വർത്താനം പറയാൻ കയറിയതാണോ? അല്ലല്ല, ക്ലാസ്സിന് കയറിയതാ.
പഠിക്കാൻ കയറിയ അതെ അതെ വിശ്വസിച്ചു ഞാൻ. ജസ്റ്റ് ഒരു റിയൂണിയൻ പോലെ ഒന്ന് ജോയിൻ ചെയ്തു അല്ലെ? ഇപ്പൊ ഒരുപാട് ദിവസമായില്ലേ മിസ്സേ ക്ലാസ് ഒക്കെ ഇല്ലാണ്ടായിട്ടേ. അപ്പൊ എല്ലാരും മിസ് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും എല്ലാരും ഇന്ന് കേറിയത്. ശരിയാട്ടോ, അത് കാരണം അങ്ങനെ ഒരു അവസരം കിട്ടി അല്ലെ? അതെ അതെ, ഓക്കെ. പഠിക്കുകയും ചെയ്യാം, പിന്നെ ഒരു ക്ലാസ്സും ഇതാവൂല്ലോ. ഇന്നിപ്പോ രാത്രിയും പറഞ്ഞിട്ടുണ്ട്, ജിഷാ മിസ്സിന്റെ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. മിസ്സേ പറവൂരൊക്കെ വെള്ളം കയറിയിരിക്കുവാണോ മിസ്സേ? ഞങ്ങൾ ഇങ്ങനെ പ്രാക്ടിക്കലിൽ വരും, ഭയങ്കര മഴയല്ലേ. ഇന്ന് കണ്ടു പറവൂര് കുറേ സ്ഥലത്തും വെള്ളം കയറിയിട്ടുണ്ടെന്ന്. പക്ഷെ ഇവിടെ അധികം മഴ ഉണ്ടായില്ല കേട്ടോ. ഇന്ന് ചെറുതായിട്ടൊന്ന് മഴ പെയ്തു, ഇന്നലെ ഒന്നും മഴയുണ്ടായിരുന്നില്ല. വരൂ, എന്നാണ് മറ്റന്നല്ലേ വരുന്നേ? വരുന്നുണ്ടോ? എല്ലാവരും വരുന്നുണ്ടോ? വരുന്നുണ്ട്. ഇല്ല മിസ്സേ, കൊറേ ദൂരായ കാരണേ. ആണോ? വരുന്നില്ല. വരും നിങ്ങള്? അതിന് വരണമെന്നുണ്ട്. പ്രാക്ടിക്കൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പരീക്ഷ മതി. എന്തായാലും വരും. എവിടെയാണ് വീട്? എവിടെയാണ്? മലപ്പുറം. ട്രിവാൻഡ്രം. കോൺവെർസേഷന് കാണാം. എല്ലാവരും പോകില്ലേ? എല്ലാവരും വരുമോ? വരണമെന്ന് വിചാരിക്കുന്നുണ്ട്. വിചാരിച്ചാ പോരാ, വരൂ. എല്ലാവരും കാണാം. ഓക്കെ. സംസാരിക്കൂ എന്നെ കണ്ടാല് നിങ്ങള്? പിന്നെ ഞങ്ങളെല്ലാവരും അതിനല്ലേ വരണത്, മിസ്സുമാരൊക്കെ ഒന്ന് കാണണ്ടേ. പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്ക് നിങ്ങൾ അറിയാൻ പറ്റില്ല കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് കയറി പരിചയപ്പെടൂലേ എല്ലാവരെയും? ഞങ്ങൾക്കറിയാലോ മിസ്സുമാരെല്ലാരെയും. വെളിച്ചപ്പാടിന് എല്ലാവർക്കും അറിയാലോ. പിന്നെന്താണ്, പേര് പറയുമ്പോ ഒന്നും ചിലപ്പോ എനിക്ക് മനസ്സിലായിന്ന് വരില്ല കേട്ടോ. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട, എനിക്ക് എല്ലാവരും അറിയാം. എല്ലാവരും സ്റ്റുഡൻസ് അല്ലേ. ഇപ്പൊ പാട്ടല്ലോ, മോനോ മോളോ? മോളാണ്. ഓക്കെ. അപ്പൊ കാണുമ്പോ സംസാരിക്കുക, പേര് പറഞ്ഞ് മനസ്സിലാവില്ല. പക്ഷെ നിങ്ങൾ എല്ലാവരും MT5 സ്റ്റുഡൻസ്, അങ്ങനെ മാത്രമേ എനിക്ക് അറിയാൻ പറ്റൂ. ഓക്കെ, ക്ലിയർ? അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട, എനിക്ക് ഓരോ ക്ലാസ്സിലെയും ആരുടെയും പേരറിയില്ല. മിസ് ഞങ്ങളെ വരുമ്പോ മിസ്സൊക്കെ കോൺവൊക്കേഷന് പോവോ MT4-ന്റെ? അപ്പൊ ഞങ്ങൾക്ക് മിസ്സുമാരെ ഒന്നും കാണാൻ പറ്റില്ലേ? ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും. എല്ലാവരും ഉണ്ട് അവിടെ, കാണാം. ഓക്കെ, കാണുമ്പോ വന്ന് സംസാരിക്കുക. ഇന്ന് ഞാൻ ഹാപ്പിയാണ്. ഞാൻ ഹാപ്പിയാണല്ലോ, ഞാൻ എപ്പോഴും ഹാപ്പിയാണല്ലോ അല്ലേ? നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോ ഞാൻ ഇങ്ങനെ ആയിരുന്നില്ലേ? പിന്നെ അന്ന് പഠിപ്പിക്കാൻ ടെൻഷൻ അല്ലേ? പഠിപ്പിക്കണം, നിങ്ങൾക്ക് അതെങ്ങനെ മനസ്സിലാവണം, അതിന്റെ ടെൻഷൻ. ഇപ്പൊ എനിക്ക് ടെൻഷൻ ഒന്നുമില്ല. കഴിഞ്ഞു, പാസ്സായി. കുഴപ്പിച്ചത് ഞങ്ങളെ ബാച്ചക്കാരല്ലേ, മനസ്സിലായില്ല പറഞ്ഞിട്ട് നല്ല കുഴപ്പിച്ച ബാച്ചക്കാരനാണ് ഞങ്ങളുടെ. എല്ലാ ഫസ്റ്റ് ബാച്ച് പിന്നെ കുഴപ്പിച്ച ബാച്ചാണ്, അത് ഞാൻ മറക്കില്ല. ഓക്കെ, ഈ ബാച്ചിന് കംപ്ലൈന്റ് പോയിരുന്നോ എനിക്കെതിരെ? പോയിരുന്നോ എനിക്ക് തോന്നുന്നുണ്ട്. മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു ആദ്യമൊക്കെ. ചോദിക്കണ്ട. ഓക്കെ, അതുകൊണ്ട് മാറ്റി പറഞ്ഞു. മാറ്റി പറഞ്ഞു ആരെങ്കിലും? മിസ്സെ മാറ്റി പറഞ്ഞു കേട്ടോ. സാറ് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയുണ്ട് അശ്വതി മിസ്, നിങ്ങൾ ഇംഗ്ലീഷിന് ആരാ ചോദിച്ചു. സാറ് കംപ്ലൈന്റ് പോയതൊന്നും ചോദിച്ചില്ല കേട്ടോ. ഒരു ദിവസം അങ്ങനെ ചോദിച്ചു, ഇംഗ്ലീഷ് ആരാണ് MT5-ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അശ്വതി മിസ്സാണ്. അപ്പൊ മിസ് എങ്ങനെ ക്ലാസ് ഒക്കെ എങ്ങനെയാ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു മിസ് ആദ്യമൊക്കെ സത്യമായിട്ട് പറയാട്ടോ, ആദ്യമൊക്കെ മിസ്സിന്റെ ക്ലാസ് മനസ്സിലായിരുന്നില്ല. അന്ന് ഒന്നാമത് ഞങ്ങളൊക്കെ സാധാ സ്കൂളിൽ പഠിച്ചവരും ഇംഗ്ലീഷ് ഒന്നും അറിയാത്തവരായിരുന്നു. ഇപ്പൊ മിസ് കുറെയൊക്കെ പുരോഗമനം വന്നിട്ടുണ്ട്, കുഴപ്പമില്ല എന്നാ ഞാൻ പറഞ്ഞത്. ഞാൻ കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല. ഓക്കെ, റിഷാന, ബാക്കി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതില്? നിങ്ങൾ മാത്രല്ല കേട്ടോ, നിങ്ങൾക്ക് താഴെ വന്ന MT5 MT6 കംപ്ലൈന്റ് പോയിരുന്നു. അവര് കഴിഞ്ഞ ഇന്നലെയായിരുന്നു ലാസ്റ്റ് ക്ലാസ് ആയിരുന്നു. അവരും ഇതേപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, സോറി പറഞ്ഞു. ഓക്കെ, അങ്ങനെയൊന്നും എനിക്ക് കുഴപ്പമില്ല കേട്ടോ. കംപ്ലൈന്റ് വരും, സ്വാഭാവികമാണ്. കാരണം
ഞാനും ഓൺലൈൻ ടീച്ചിങ് ഒക്കെ ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ അതിൻ്റെതായ മാറ്റങ്ങളും അതിൻ്റെതായ ബുദ്ധിമുട്ടൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. അങ്ങനെയാണ്. ഓക്കെ, അതിൽ മിസ് ലാസ്റ്റ് ആയപ്പോഴത്തേനും ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തല്ലോ മിസ്. ഞങ്ങൾക്ക് എന്താ പറയാ ഇമ്പോർട്ടന്റ് ഭാഗങ്ങൾ പറഞ്ഞു തന്നു. അത്ര കുഴപ്പിക്കണ ക്വസ്റ്റ്യൻസ് ഒന്നും ഇട്ടില്ല. മോഡലിന് ഞങ്ങൾക്ക് ഒന്നും കൂടി ടഫായി തോന്നിയെങ്കിലും മെയിൻ എക്സാം ആയപ്പോഴത്തേനും ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എല്ലാവർക്കും അത്യാവശ്യം മാർക്കും ഉണ്ട്. ആരും അങ്ങനെ അത്രയും കുറച്ചൊന്നും വാങ്ങിയിട്ടില്ല. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കണ്ടു നിങ്ങളുടെ മാർക്കൊക്കെ, കുഴപ്പമില്ല എല്ലാവരും. ഓക്കെ, എന്തൊക്കെയോ എവിടേക്കോ മനസ്സിലായിട്ടുണ്ട് ഇംഗ്ലീഷ് അല്ലെ? മിണ്ടുന്നില്ല, പണ്ടത്തെ പോലെ നിനക്കൊരു മാറ്റവും ഇല്ലല്ലോ. നിങ്ങൾ നേരിട്ട് കാണുന്നതിനോട് മിണ്ടുകയാണെങ്കിൽ ഏത് കൂടൊക്കെ പോയിട്ടുണ്ട് ഇംഗ്ലീഷ്. ആ ടച്ച് വിടരുത് കേട്ടോ. പോയത് ആ വഴി പോട്ടേന്ന് വെക്കരുത്. ഓക്കെ, അവിടെ തക്കാക്കി വെക്കുക, എന്നിട്ട് കുറച്ചുകൂടി പഠിക്കുക, കുറച്ചുകൂടി ക്ലിയർ ആവും. അല്ലെങ്കിൽ ഇനി ഒന്നേ നോട്ടി പഠിക്കേണ്ടി വരും ടച്ച് പോയാല്. ഓക്കെ, ഇതേപോലത്തെ ഒരു ടീച്ചർ കിട്ടിയെന്ന് വരില്ല ഇനി. ഓക്കെ, ചുമ്മാ കേട്ടോ. മിസ് ഞങ്ങൾക്കായിരുന്നു ആദ്യം പഠിപ്പിക്കാൻ തുടങ്ങി. MD1 MD4 ഇല്ലായിരുന്നല്ലോ. അത് ക്വസ്റ്റ്യൻ മോഡൽ കണ്ടു കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി. മോഡൽ വന്നു കഴിഞ്ഞപ്പോ മിസ് ഇട്ട പോലെ എല്ലാവരും ഇട്ട്. അപ്പൊ അതൊക്കെ ഇപ്പൊ നോക്കിയോ ഭയങ്കര ടഫായിട്ട് തോന്നിയായിരുന്നു. അപ്പൊ ഒരു പേടി ഉണ്ടായിരുന്നു, ഇതേപോലെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക, എങ്ങനെയാണെന്നും അറിയില്ലല്ലോ. മോഡൽ വന്നു കഴിഞ്ഞപ്പോഴാ ആ രീതിയേ അല്ല മാറിയിട്ടാ വന്നേ. ഞങ്ങൾക്ക് മോഡൽ തരാമെന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചു. മോഡൽ ക്വസ്റ്റ്യൻ തരാം, എങ്ങനെയാ വരുന്നത്, കാരണം ഞങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് റെഫർ ചെയ്യുന്നത്. അപ്പൊ അവിടെ കുറെ പാർട്ടിസിപ്പേഴ്സോ വേറെ എന്തൊക്കെയോ കുറെ ഉണ്ട്. അപ്പൊ ഞങ്ങളോട് മിസ് പറഞ്ഞിരുന്നു, മിസ് പിന്നെ ഞങ്ങൾക്ക് മിസ്സിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ മോഡൽ പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഒരു ഐഡിയ കിട്ടിയത്. ഓക്കെ, എന്റെ ഫസ്റ്റ് ബാച്ച് ആണ് നിങ്ങള്. MT5 ഫസ്റ്റ് ബാച്ച്, മോണ്ടിസോറിയുടെ ഫസ്റ്റ് ബാച്ച് ആണ്. ഓക്കെ, അപ്പോ വീണ്ടും കാണാൻ സന്തോഷം. ക്ലാസ്സിലേക്ക് പോവാന്നാല് കോണ്ടിക്സ് ആണ്. ഓക്കെ, ഇംഗ്ലീഷ് തിയറീസ് എല്ലാം നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പ്രാക്ടീസ് ചെയ്യാം, ഒരു വേർഡ് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യാം എന്നാണ് നോക്കുന്നത് കേട്ടോ. ശ്രദ്ധിച്ചിരിക്കുക, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. കുഴപ്പിക്കുന്ന ഡൗട്ട് ഒന്നും ചോദിക്കുക കേട്ടോ. കോണ്ടിക്സ് കുഴപ്പിക്കുന്ന ഡൗട്ട് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ടാണ്, കാരണം പ്രൊണൗൺസിയേഷൻ ആണ്. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ നിങ്ങൾ ചിരിക്കുകയും ചെയ്യും. ഓക്കെ, അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക, മാക്സിമം ശ്രദ്ധിച്ചിരിക്കുക. ഡൗട്ട് സ്വാഭാവികമായിട്ടും വരും. ക്ലിയർ ചെയ്യാം കേട്ടോ. നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു അല്ലെ? ഇംഗ്ലീഷില് ആൽഫബറ്റ്സ് ഉണ്ട്, ABCD ഒക്കെയാണ് നമ്മൾ പഠിച്ചു. 26 ആൽഫബറ്റ്സ് ഉണ്ട് നമ്മുടെ ഇംഗ്ലീഷ് ലെറ്റേഴ്സ്. അത് നമ്മൾ പറയുന്ന ലെറ്റേഴ്സ് എന്നാണ് അല്ലെ? ഇംഗ്ലീഷിലെ ലെറ്റേഴ്സ് ആണ് എന്ത് ഈ ABCD ഒക്കെ. എത്ര ഉണ്ട്? 26. അങ്ങനെയാണ് ഇംഗ്ലീഷ്. അപ്പൊ ഇംഗ്ലീഷ് നമുക്ക് ഏകദേശം എല്ലാം അറിയാം. ഇംഗ്ലീഷിലെ ലെറ്റേഴ്സ് അറിയാം, ഗ്രാമർ അറിയാം, എല്ലാം അറിയാം ഇപ്പൊ അല്ലെ? എന്ത് ചോദിച്ചാലും നിങ്ങൾ ഇങ്ങനെ അന്തം വിട്ടിരിക്കില്ല. അഡ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ ഓക്കെ, അഡ്ജക്റ്റീവ് കേട്ടിട്ടുണ്ടല്ലോ, അറിയാലോ, കുറച്ചെങ്കിലും അറിയാലോ എന്നൊരു തോന്നൽ ഇപ്പൊ ഉണ്ട്. അത് ഇംഗ്ലീഷിൽ എന്താണെങ്കിലും നിങ്ങൾക്ക് അറിയാം. പക്ഷെ ഡിഫ്തോങ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. വാട്ട് ഈസ് ഡിഫ്തോങ്? നോ ഐഡിയ അല്ലെ? അപ്പൊ ഇംഗ്ലീഷ് പഠിച്ചു, പാസ്സായി, സെറ്റ് ആയിട്ട് ഇരിക്കുകയാണ് ഇവിടെ. ഓക്കെ, അഡ്ജക്റ്റീവ്, ആഡ്വർബ്, പ്രോനൗൺ, നൗൺ, ഇൻഡിഫിനിറ്റ് പ്രോനൗൺ അല്ലെ, റെസിപ്രോക്കൽ, റിലേറ്റീവ് പ്രോനൗൺ, പിന്നെന്താണ് പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഹാസ് ഓർ ഹാവ്, ക്വസ്റ്റ്യൻ ടാഗ്. ഇതൊക്കെ കേൾക്കുമ്പോ എന്താണ് അത്ഭുതമൊന്നുമില്ലല്ലോ, അറിയാലോ അല്ലെ? എല്ലാം അറിയാം. അപ്പൊ ഇംഗ്ലീഷിനെ കുറിച്ച് ഒരു ഡൗട്ടും ഇല്ല, ക്ലിയർ ആണ്. ആദ്യം നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത സമയത്ത് ഇതൊക്കെ പറഞ്ഞാണെങ്കിൽ നിങ്ങൾ ഇരിക്കുമോ, അയ്യോ ഒന്നും അറിയില്ല, ഇതൊക്കെ എന്തൊക്കെയാണ് ആലോചിക്കും. ഇപ്പൊ ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പഠിച്ചു. ഓക്കെ, അപ്പോ ആരും ഒന്നും മറന്നിട്ടില്ല, ഓർമ്മിപ്പിക്കാൻ ആരില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോ ഇംഗ്ലീഷ് ഓക്കെ ആണ്, എല്ലാം വായിക്കാൻ അറിയാം, എഴുതാൻ അറിയാം, ടെൻസ് തെറ്റാണ്ട് എഴുതാൻ അറിയാം, എല്ലാം അറിയാം. പക്ഷേ കറക്റ്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ മാത്രം അറിയില്ല. ശരിയല്ലേ? അതെ, അതും കൂടെ പഠിപ്പിക്കേണ്ട എന്റെ ഉത്തരവാദിത്തമല്ലേ അല്ലെ? ഇംഗ്ലീഷിലെല്ലാം പഠിച്ചു, പ്രൊനൗൺസിയേഷൻ ചെയ്യാനും പഠിക്കണ്ടേ? ഓക്കെ, അതാണ് ഫോണറ്റിക്സ് എന്ന് പറയുന്നത്. ഫോണറ്റിക്സ് ഈസ് എ സ്പീച്ച് സൗണ്ട്, അതായത് ഒരു
സൗണ്ട് ആണ്, പ്രൊണൗൺസിയേഷൻ ആണ് ഇവിടെ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന പ്രൊണൗൺസിയേഷൻ ആണ്, സൗണ്ട്സ് ആണ്. ഈ ഫോണിറ്റിക്സിലും ഒരുപാട് സൗണ്ട്സ് ഉണ്ട്. ഇവിടെ നമ്മള് ലെറ്റേഴ്സ് എന്നല്ല പറയാ, സൗണ്ട്സ് എന്നാ പറയാ. ABCD ലെറ്റേഴ്സ് എന്നാണ് പറയുന്നെങ്കിൽ ഫോണിറ്റിക്സിൽ എന്താണ് പറയാ? Sounds. Yeah, so we have 44 speech sounds in phonetic language. 44 sounds ഉണ്ട്. നമ്മുടെ ഇംഗ്ലീഷില് 26 alphabets ആണെങ്കിൽ ഫോണിറ്റിക്സില് 44 different sounds are. Okay, 44 speech sounds or sounds in English language. Okay, language ആണ്. മനസ്സിലായല്ലോ? ഇംഗ്ലീഷ് എന്നല്ല പറഞ്ഞ് ലാംഗ്വേജ് എന്നാണ് പറഞ്ഞത്. ഇപ്പൊ സൗണ്ട് ആണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഈ 44 സൗണ്ട്സിലും ഇപ്പോ നമ്മുടെ ഇംഗ്ലീഷ് ലെറ്റേഴ്സിലാണെങ്കിൽ 26 ആൽഫബറ്റ്സ് ഉണ്ട്. അതില് എത്ര എണ്ണം വൊവൽസും എത്ര കോൺസണൻസ് ഉണ്ട് അല്ലെ? എത്ര വൊവൽസ് എത്ര കോൺസണൻസ് ആണുള്ളത്? 5 vowels and 21 consonants. 21 consonants. Okay. അതുപോലെ തന്നെയാണ് നമ്മുടെ ഫോണിറ്റിക്സിലും 44 സൗണ്ട്സ് ഉണ്ട്. അതില് 20 എല്ലാവരും മ്യൂട്ട് ചെയ്യാട്ടോ, കാരണം കുറച്ച് സ്ട്രെയിൻ ആയിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുക. ഒരുപാട് സ്ട്രെയിൻ വരും ക്ലാസ് എടുക്കുമ്പോ. പ്രാക്ടിക്കലിന്റെ ക്ലാസ് ഓക്കെ, കാരണം നമ്മൾ നോർമലി ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുന്ന പോലെയല്ല കേട്ടോ, ഭയങ്കര സ്ട്രെയിൻ വരും. ഓക്കെ, നിങ്ങൾക്കല്ല എനിക്ക് ഇത് പറഞ്ഞിരിക്കണ്ടേ, സ്ട്രെയിൻ വരും കേട്ടോ. മാക്സിമം ശ്രദ്ധിച്ചിരിക്കാം. അത്യാവശ്യം ഒരു മണിക്കൂർ കൊണ്ട് ക്ലാസ് തീരുന്നില്ല കേട്ടോ. അതിൽ കൂടുതൽ മണിക്കൂർ എടുക്കാം, മേ ബി 2 മണിക്കൂർ എടുക്കാം. ഓക്കെ, അതുകൊണ്ട് സഹിച്ചിരിക്കുക കുറച്ചു നേരം തന്നെ. ഓക്കെ, അപ്പോ പറഞ്ഞു വന്നത് 44 സൗണ്ട്സ് ആണ്. 44 സൗണ്ട്സില് ഇനി ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്താല് 44 സൗണ്ട്സില് 20 vowels and 24 consonants. ഓക്കെ, 44 സൗണ്ട്സില് 20 vowels and 24 consonants ആണ് നമ്മുടെ ഫോണിറ്റിക് ലാംഗ്വേജിൽ ഉള്ളത്. ക്ലിയർ? ഈ ക്ലാസിഫിക്കേഷൻ ഒന്ന് നോട്ട്ബുക്കിൽ വരച്ചു വെക്കാം, വേണമെങ്കിൽ ചെയ്യാം, നിർബന്ധമൊന്നുമില്ല. ഈ നോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും, അത് മതി. അത് നിങ്ങൾ എന്താ എഴുതുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സ്ലോ ആയിട്ട് പറയും, അല്ലെങ്കിൽ നമുക്ക് നോർമലായിട്ട് പറഞ്ഞു പോകാം. എന്ത് ചെയ്യണം? എഴുതുന്നുണ്ടോ? എഴുതാം. ഓക്കെ, അപ്പൊ ഈ ക്ലാസിഫിക്കേഷൻ നോട്ട്ബുക്കിൽ വരച്ചോ എഴുതി വെക്കുകയെന്ന് വെച്ചാൽ എല്ലാവരും ചെയ്യും. നോട്ട്ബുക്കിൽ എഴുതി വെക്കാം, എന്നിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. എഴുതി കഴിയുമ്പോ എന്നോട് പറയാട്ടോ, എക്സ്പ്ലെയിൻ ചെയ്യും. മിസ്സേ, ഇന്ന് എടുക്കുന്ന ഈ നോട്ടെല്ലാം അപ്ലോഡ് ചെയ്യോ മിസ്സേ? അല്ല, ഇവിടെ ഭയങ്കര മഴയുണ്ട്, കറണ്ടും ഇല്ല. അപ്പൊ എഴുതിയും ഒക്കെ വരുമ്പോഴേക്കും റേഞ്ചിന്റെ ഒരു പ്രശ്നം ഭയങ്കരാണേ. അപ്പൊ അതുകൊണ്ട് ചോദിച്ചത്. കുഴപ്പമില്ല, ഞാൻ അപ്ലോഡ് ചെയ്യാം. ശ്രദ്ധിച്ചിരുന്നാൽ മതി. പിന്നെ നിങ്ങൾ ഗ്രൂപ്പിൽ ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുമല്ലോ, കുഴപ്പമില്ല. ഓക്കെ മിസ്, കഴിഞ്ഞോ? എല്ലാരും കഴിഞ്ഞോ? കഴിഞ്ഞു മിസ്സേ. യെസ്. ഇല്ല മിസ്സേ. കഴിഞ്ഞിട്ടില്ല. ഓക്കെ, കഴിഞ്ഞു. ഓക്കെ, അപ്പോ പറഞ്ഞു വന്നത് സൗണ്ട്സ് 44 ആണ്. അതിൽ 20 വൊവൽസ് ഉണ്ട്, 24 കോൺസണൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഓക്കെ, ദെൻ ഇതില്
കോൺടെക്സ്റ്റ് നമ്മൾ സംസാരിക്കുമ്പോൾ, അതായത് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് പൊതുവെ സംസാരിക്കുമ്പോൾ നമുക്ക് മലയാളം ടച്ച് കയറി വരുന്നുണ്ട് അല്ലെ? അതിപ്പോ ആര് സംസാരിക്കുന്നു, നമ്മൾ മലയാളികളായതുകൊണ്ട് മലയാളം ടച്ച് വരുന്നു. അപ്പോ മദർ ടങ് ഏതാണോ ആ ഒരു ഇൻഫ്ലുവൻസ് നമ്മൾ സംസാരിക്കുന്ന ഈ ലാംഗ്വേജിൽ, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വരുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ ഇൻഫ്ലുവൻസ് വരാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കോൺടെക്സ്റ്റ് ആണ് പഠിക്കേണ്ടത്. ഓക്കെ, ഓരോ ലെറ്റേഴ്സിനും ഓരോ സൗണ്ട് ആണ്. ലെറ്റേഴ്സ് എന്ന് ഞാൻ ഇവിടെ പറഞ്ഞത് ലെറ്റേഴ്സ് പറയില്ല, പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പൊ ഈ പറഞ്ഞ വൊവൽസ് ആണെങ്കിലും കോൺസണൻസ് ആണെങ്കിലും ഇതിനൊക്കെ തന്നെ ഓരോ സൗണ്ട് ഉണ്ട്, പർട്ടിക്കുലർ സൗണ്ട് ഉണ്ട്. ആ സൗണ്ട് എല്ലാം നമ്മൾ മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആ ഒരു പ്രൊണൗൺസിയേഷൻ കിട്ടുക. ഓക്കെ, നമ്മൾ എല്ലാവരും, ഇവൻ ഞാൻ പോലും കറക്റ്റ് ആവില്ല ആ ഒരു പ്രൊണൗൺസിയേഷൻ എല്ലാം പറയുന്നത്. കാരണം നമ്മൾ നോർമലി പഠിച്ച കാര്യങ്ങൾ അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ആ ഒരു പ്രൊണൗൺസിയേഷൻ പറയാണ് ക്ലാസ്സിൽ കാണുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവില്ല. മനസ്സിലായോ? എന്താണ് മിസ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ആലോചിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളത് പഠിപ്പിച്ചിട്ടാണ് ഞാൻ പറയുന്നെങ്കിൽ പിന്നെ നിങ്ങളുടെ അങ്ങനെ ചിന്തിക്കുകയില്ല. ഓക്കെ, അപ്പോ കോൺസണന്റ് 24, വൊവൽസ് 20. ഇതില് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എടുക്കുകയാണെങ്കിൽ, ഇംഗ്ലീഷിൽ എടുക്കുകയാണെങ്കിൽ 5 വൊവൽസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ 5 വൊവൽസിൽ നിന്നാണ് ഈ 44 സൗണ്ട് വന്നിരിക്കുന്നത്. മനസ്സിലായോ? നോട്ട് ചെയ്യണം കേട്ടോ. ഈ 5 വൊവൽസിലെ ഇംഗ്ലീഷ് ലാംഗ്വേജിലെ 5 വൊവൽസ് AEIOU എന്ന് പറയുന്ന 5 വൊവൽസിൽ നിന്നാണ് ഈ കോണ്ടെക്സിലെ 44 സൗണ്ട്സ് വന്നിരിക്കുന്നത്. ആ 44 സൗണ്ട്സിൽ തന്നെ അതിൽ തന്നെ നമ്മൾ വൊവൽസിനെയും കൺസണൻസിനെയും നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കോൺസണൻസ് അത്രയേ ഉള്ളൂ. കോൺസണൻസിനെ പിന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. അത്രയേ ഉള്ളൂ. അത് കോൺസണന്റ് സിമ്പിൾ ആണ്, വളരെയധികം സിമ്പിൾ ആണ്. പക്ഷെ വൊവൽസ് അങ്ങനെയില്ല. വൊവൽസ് ആണ് കുറച്ചുകൂടി നമുക്ക് പ്രൊണൗൺസ് ചെയ്യാനൊക്കെ കുറച്ചുകൂടി ബുദ്ധിമുട്ട്. നമ്മൾ ഓർഗൻസ് ഒരുപാട് മൗത്തിൽ ഓർഗൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ നാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്, നമ്മൾ നന്നായിട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതൊക്കെ പ്രൊണൗൺസ് ചെയ്യുന്ന ആ രീതിയിലാണ്. ഓക്കെ, അപ്പൊ ഈ വൊവൽസ് എന്ന് പറയുന്നതിനെ തന്നെ നമ്മൾ പ്യുവർ വൊവൽസ് എന്നും ഡിഫ്തോങ്സ് എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. Okay, vowels divide into pure vowels and diphthong. Okay, pure vowels ന്റെ തന്നെ വേറൊരു പേരാണ് എന്താ? മോണോഫ്തോങ് എന്ന് പറയുന്നത്. മോണോഫ്തോങ് എന്ന് പറയുന്നത് പ്യുവർ വൊവൽസിന്റെ ഒരു പേരാണ്. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് മോണോഫ്തോങ്ങും ഡിഫ്തോങ്ങും പഠിക്കാം, വേണമെങ്കിൽ പ്യുവർ വൊവൽസ് ഓർ ഡിഫ്തോങ് പഠിക്കാം. ഇതെല്ലാം അറിഞ്ഞിരിക്കുക കേട്ടോ. ഒരിക്കലും നിങ്ങൾക്ക് ആവശ്യം വരില്ല ലൈഫിൽ അങ്ങോട്ട് ടീച്ചേഴ്സ് ആണ്, പക്ഷെ നിങ്ങൾക്ക് പിള്ളേരെ പഠിപ്പിക്കേണ്ടി വരും കേട്ടോ. ഇന്നത്തെ സിലബസ് എല്ലാവരും കുഞ്ഞു മക്കൾക്ക് വരെ കോൺടെക്സ്റ്റ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ അറിയിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ കാലത്തൊന്നും അറിയേണ്ട ആവശ്യമേ വന്നിട്ടില്ലല്ലോ അല്ലെ? അപ്പൊ പഠിക്കാം, നന്നായിട്ട് പഠിക്കാം. ഇനി പ്യുവർ വൊവൽസ് എന്താണെന്ന് അറിയാം. Yeah, pure vowels. ഒരു കാര്യം ചെയ്യും, ഡിഫ്തോങ് എഴുതരുത് കേട്ടോ. കാരണം ഡിഫ്തോങ്ങില് ഇതില് നിങ്ങൾ ആ സ്ലൈഡ് കണ്ടോ അല്ലെ? ഒരു ഫ്ലാഷ് പോലെ കണ്ടോ? അതിനെയാണ് നമ്മള് സ്റ്റാൻഡിൽ ലൈൻ എന്ന് പറയുന്നത്. സ്റ്റാൻഡിൽ ലൈൻ എന്ന് പറയുന്നത് സ്ലാൻഡർ ലൈൻ എന്നാ പറയാ കേട്ടോ. സ്ലാൻഡർ എന്തോ സ്ലാൻഡിംഗ് ലൈൻ ആണ്. സ്ലാൻഡിംഗ് ലൈൻ ഓർ സ്റ്റാൻഡർ ലൈൻ എന്ന് പറയും. കുഴപ്പമില്ല, സ്ലാൻഡിംഗ് ലൈൻ എന്ന് പറഞ്ഞോളൂ. ഓക്കെ, അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനൊരു ഈ ഒരു ലൈൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ജസ്റ്റ് എന്തെങ്കിലും ഒരു പോസ് വരണമെങ്കിൽ ഡബിൾ ലൈൻ വെച്ചിട്ടാണ് നമ്മൾ പോസ് ചെയ്ത് പോകാം. നമുക്ക് ഈ കോൺടെക്സ്റ്റ് വെച്ച് നമുക്ക് എഴുതാൻ പറ്റും. മനസ്സിലായോ? അപ്പോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സ്റ്റാൻഡിംഗ് ലൈൻ ഇടാം. ദെൻ അത് കണ്ടിന്യൂ ചെയ്ത് എഴുതിക്കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഫുൾ സ്റ്റോപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും കോമയൊക്കെ ഉണ്ടെങ്കിൽ ഡബിൾ സ്ലാൻഡിംഗ് ലൈൻ ഇടാം. ദെൻ കണ്ടിന്യൂ ചെയ്യാം. അവസാനം ടൈപ്പ് ചെയ്യുന്ന അവസാനം, അതായത് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഒരു സ്ലാൻഡിംഗ് ലൈൻ വെച്ചിട്ടാണ് നമ്മൾ എഴുതുക. ഓക്കെ, അങ്ങനെയാണ് അതിന്റെ സ്റ്റോപ്പ് മനസ്സിലാക്കാം കേട്ടോ.
ഈ ലെറ്റേഴ്സ് ഈ സൗണ്ട്സ് മാത്രം എഴുതിയെടുക്കുക കേട്ടോ. അതിന്റെ അപ്പുറം എഴുതിക്കുന്ന ഡേ സ്കൈ ഇതൊന്നും എഴുതണ്ട, ഇത് മാത്രം എഴുതിയെടുക്കുക. Just wait. ആദ്യം ബബിൾസ് പഠിക്കണ്ടേ, എന്നിട്ട് മതി ഡിഫ്തോങ്ങിലേക്ക് പോവാം. ബബിൾസ് നോക്കാട്ടോ, സ്ക്രീനിലോട്ട് നോക്കാം. എന്താണിത്? അതായത് ഞാൻ പറയാറുണ്ട് നമ്മുടെ കെ അല്ലെ, നമ്മുടെ ലെറ്റർ ആൽഫബറ്റ് ലെറ്റർ കെ എങ്ങനെ പ്രൊണൗൺസ് ചെയ്യാന്ന് ഞാൻ എപ്പോഴും പറയാറ്. ഇങ്ങനെയാണ്. എ ആണോ അത്? ഓക്കെ, ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ എഴുതിയെടുക്കും, എന്നിട്ട് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യും. മനസ്സിലാവുന്നില്ലെങ്കിൽ ചോദിക്കാട്ടോ, അത് ഞാൻ എഴുതിയതാണ്. പല രീതിയിലും പല രീതിയിലാണ് എഴുതാറ്. തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കി വെക്കുമോ, ഇങ്ങനെ എഴുതൂ. ഇത് ഞങ്ങൾ ക്ലാസ് റൂമിൽ ഇട്ടേർന്നട്ടെ നോട്ട് എല്ലാം ഇട്ട് തരും. നിങ്ങൾ എഴുതിയെടുക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാനിത് പറഞ്ഞു പോകാം. എന്ത് ചെയ്യണം? എഴുതാൻ താമസം വരും മിസ്, എനിക്ക് പറഞ്ഞു പറയാം. എല്ലാം കുറച്ച് ലേറ്റ് ആകും, കാരണം ഇതൊക്കെ മനസ്സിലാക്കി വരുമ്പോഴേക്കും. അപ്പൊ ഫസ്റ്റ് 20 വൊവൽസ് ആണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത് കേട്ടോ. പ്രൊണൗൺസിയേഷൻ വരുന്നത് എന്താണ്? ആ. ഓക്കെ, ആ ആ. ഫസ്റ്റ് വൺ ആ, സെക്കൻഡ് വൺ ആ ആ. നമ്മുടെ മലയാളം പറഞ്ഞ പോലെ പറയരുത്, ആന്നൊന്നും പറയരുത്. ആ. ഓക്കെ, ആ. Then E, E, just E. Then E, E. Okay, E. Then O. ഇതൊക്കെ എവിടേക്കാണ് വരുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആ മീൻസ് ആ, സൺ, സൺ, സൺ. കണ്ടോ? ആ അങ്ങനല്ലേ പറയാ, സൺ അല്ലേ? സൺ. ഗൺ, ആ ആയാണ് കേട്ടോ. ആ ഗൺ, വൺ ഒക്കെ പറയുന്നതാണ്. എന്തോ? ബസ്, ബസ്, ബസ്. ഓക്കെ, സംശയമാണ്. ആ എങ്ങനെയാ? ആമി. ഓക്കെ, ആമി. ആർട്ട്, ആർട്ട്, ആമി, അങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് വേർഡ്സ്. ഓക്കെ, കിട്ടിയോ? ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ ക്ലിയർ ആയിട്ട്? ഓക്കെ ആണോ എല്ലാവരും? കേൾക്കുന്നുണ്ട്. അപ്പൊ ആർട്ട്, ആമി എന്നൊക്കെ പറയുന്നത് സെക്കൻഡ് വൺ. ദെൻ ഇ, ബിറ്റ്, ബിറ്റ്, സിറ്റ്, ഹിറ്റ് എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് ഇ, ഇ. ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ, അത്രയും വേണം ചെയ്യാം. ഇ, ജസ്റ്റ് ഇ. ഓക്കെ, ദെൻ ഇ, ഷീപ്പ്, ഷീപ്പ്, സ്ലീപ്പ്. ഓക്കെ, കീപ്, അതൊക്കെ കീന്ന പോലെ ഇ. കീപ്, സ്ലീപ്പ്, eat, eater, yeah, each word, each word, each word. Okay, then O, Ola, good, good. Okay, good, good. Then should. Okay, then O, just O. Then O, O എങ്ങനെയാ വരാ? O എങ്ങനെയാ വരാ? ലൂസ്, loose, yeah, loose. Then shake in the shoe വേണ്ടി പറയാം. എന്തോ? മൂവ് പറയാം. Yeah, ക്ലിയർ ആവുന്നില്ല. സംഭവം മനസ്സിലായല്ലോ? ചൂസ്, yeah, ചൂസ്. ഓക്കെ, നിങ്ങൾ ടൈപ്പ് ചെയ്യും. Then just office, out. Okay, just office, office and office, not office. Okay, office. And hot, just hot, not hot. Okay, hot. Then orange. Okay, orange.
then oval, അതൊക്കെ നമ്മൾ ഓ എന്നാ പറയാ. orange, oval, ഒക്കെ ഓ ആണ്. then a, elephant, elephant. മാം ഓവൺ ആണോ പറയാ? അവൻ അല്ലേ പറയാ? ഓവൻ അല്ല ഞാൻ പറഞ്ഞ, ഓവർ ആണ്, ഓവർ. ഓർ ഓക്കെ. ഓവർ. ഓക്കെ, then പിന്നെന്താണ്? ഓക്കെ, elephant. ഇനി a, apple, not a അല്ലാട്ടത്, apple. ഓക്കെ, apple. അത് ഞാൻ എഴുതിയ മലയാളം അങ്ങനെയല്ല, അത് വ്യത്യാസമുണ്ട്. അത് ശരിക്കും പറഞ്ഞെന്നെ പഠിക്കണം. എനിക്കത് എങ്ങനെ എഴുതണമെന്നൊരു ഐഡിയ ഇല്ലാത്തതാണ് കേട്ടോ. ആപ്പിൾ. ഓക്കെ, ആപ്പിൾ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. വേർഡ്സ് ഞാൻ കുറെ പറയുന്നുണ്ട്. ഓക്കെ, സൗണ്ട് ഉണ്ട്. ഇതൊക്കെ ഞാൻ പറയാം കേട്ടോ. ഐ, എ, ഇതൊക്കെയാണ് വോവൽസ്. ഓക്കെ, ഈ വോവൽസിന് തന്നെ എന്താണ് എത്രയാണ്? 12 പ്യൂർ വോവൽസും 8 ഡിഫ്തോങ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അത് നമുക്ക് നോക്കാം. ഇതാണ് പ്യൂർ വോവൽസ്. ഓക്കെ, നമ്മൾ പഠിച്ചു. വോവൽസിലുള്ളത് തന്നെയാണ് കേട്ടോ. അതാണ് അ, സൺ, ഫൺ, സമ്മർ. ആമി, ആം, ആൾ, ആർട്ട്, കണ്ടോ? ആപ്പിൾ, apple, man, anchor, bank, not bang, anger, man, അങ്ങനെയല്ല. ഒരു എങ്ങനെയാ പറയാതെ ഒരു എയും ഇയും കൂടെ ചേർന്ന ഒരു സൗണ്ട് ഒന്ന് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഏപ്പിൾ, ഓക്കെ, ഏപ്പിൾ, മാൻ, anchor, bank, ആ ഒരു സൗണ്ട് ആണ് കേട്ടോ വരാ. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ എന്ന് അറിയില്ല. ക്ലിയർ ആണോ? Okay. Then E, ഞാൻ പറഞ്ഞു E, which, sit, different, D. Okay, just D. Then E, eat, see, sleep, ഒക്കെ ഞാൻ പറഞ്ഞാണ്. Then O, sugar, sugar, good, good, ഇതൊക്കെ O, just O. And O, food, not food. Food അല്ല കേട്ടോ, food ആണ്. ആണ് പോയത്. നമ്മളെപ്പോഴും എങ്ങനെ പറയാ? ഫുഡ് കഴിച്ചോ? നീ ഫുഡ് കഴിച്ചോ? അല്ല, ഈ ഫുഡ് പൂരിയാണ് അല്ലെ? പൂരി എന്ന് പറയും. ആ ഫുഡ് ആണ് കേട്ടോ, ഫുഡ്. Then moon, moon, shoot. Then opinion, opinion, heart, office. This that's all. And orange, 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 oval, oval. Okay. Then elephant, elephant. Pet, pet, a, petന്റെ നടുക്കുള്ള സൗണ്ട് ആണ് കേട്ടോ അത്. pet, cat. Then ഈ സൗണ്ട് feather, feather, ആ സൗണ്ട് ആ വരുന്നത്. ആ അണ്ടർലൈൻ ചെയ്ത് പോർഷനുള്ള സൗണ്ട് ആണ് ഞാൻ പറയുന്നത്. feather, feather, feather. Then mother, okay, mother. Then brother, ആ ഒരു സൗണ്ടില്ലേ അവിടെയാണ് വരുന്നത് കേട്ടോ അത്. നമ്മുടെ ഓർഗൻ അവിടെ ഓപ്പൺ ആവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഞാൻ പറയുന്ന കൂടുതൽ ഒരുമിച്ച് പറയാ. നിങ്ങൾ പറയുന്നുണ്ടോ അവിടെ ഇരുന്ന്? കൂടെ പറയുന്നുണ്ടോ? യെസ്, ഓക്കെ. ചിരിക്കണ്ട, ചിരിക്കാണോ? നെക്സ്റ്റ് ഗേൾ. അതും കുറച്ചുകൂടെ ഫാദർ പറഞ്ഞതിനേക്കാളും കുറച്ചുകൂടെ കാര്യമായിട്ട് ഓപ്പൺ ആവുന്നുണ്ട്. ഗേൾ, ഓക്കെ, ഗേൾ, ബേർഡ്, കേർഡ്. നിങ്ങൾ പറഞ്ഞു നോക്കി, കുറച്ചുകൂടെ ഓപ്പൺ ആവുന്നുണ്ട് അത്. ഇപ്പൊ ഫാദർ എന്ന് പറഞ്ഞതിനേക്കാളും കൂടുതൽ അവിടെ ഓപ്പൺ ആവുന്നുണ്ട് അല്ലെ? ഗേൾ, ബേർഡ്, കേർഡ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് എന്താ പ്യൂർ വവൽ അഥവാ മോണോഫ്തോങ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? ക്ലിയർ ആണോ? ഇനി എന്താണ്? ഡിഫ്തോങ്സ് ആണ്. ഡിഫ്തോങ്സിൽ ഒരുപാട് ഗ്ലൈഡ്സ് വരുന്നത്, ഗ്ലൈഡ്സ് എന്ന് പറയും. ഓക്കെ, സോ നമ്മുടെ ഇപ്പൊ പഠിച്ച പ്യൂർ വവൽസിലെ മിക്സിംഗ് ആണ്. രണ്ട് സൗണ്ട്സ് തമ്മിൽ മിക്സ് ചെയ്ത ഒരു സൗണ്ട് ആണ് ഡിഫ്തോങ്സിൽ വരാം. ഓക്കെ, അപ്പോ ഇ ഐ അല്ലെ, എ ഐ യൂസ് ചെയ്തിട്ടുള്ള സൗണ്ട് എന്താണ്? എ, 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 ഏഞ്ചൽ, ഏഞ്ചൽ, എയിം, എയ്റ്റ്. അപ്പോ എ എന്നൊരു സൗണ്ട് ആണ് വരാം. എ. ഓയിൽ, ഓയിൽ, ബോയ്, toy, coin,
Oi. Okay, oi. ആ സൗണ്ട് വരാം. Oi. Then I. My, fine, my. Okay, അപ്പൊ I ആണ് വരാം. I. Then ear. Ear. Okay, ear. Then AR. എന്നാ വരാം. AR, fair, hair. Okay. Then poor. The poor. എന്നാ പറയാ. Poor, sure, pure. Okay. Then owl. ഇങ്ങനെയാ. Bow, proud, owl. അപ്പൊ owl എന്നാ sound വരും. Owl. ആ sound. Then now. ഇതെങ്ങനെയാ നമ്മൾ പറയാ? നോ എന്നാ പറയല്ലേ? അല്ലെ നമ്മൾ നോ എന്നല്ലേ പറയാ? No. Sorry, no. അല്ലേ? No, I can't എന്ന് പറയും. നോ ആണോ ശരിക്കും അത്? Then go ആണോ? No. അല്ലെ? Now എന്താ പറയാ? Now. Go. A cow. Okay, go. I can go now എന്നാ പറയാ. Clear? എങ്ങനെയുണ്ട്? ഇതാണ് പറയുന്നത് പൊട്ടത്തെറ്റല്ലേ? നോയ്ക്ക് പൊട്ടത്തെറ്റല്ലേ പറഞ്ഞത്? എങ്ങനെയാണ് പറയാ? പക്ഷെ ഇങ്ങനെ ആരെങ്കിലും പറയോ? നിങ്ങൾ പറയൂ ഇനി മുതൽ ചെന്നിട്ട് എന്തെങ്കിലും മക്കൾ ഇത് ചോദിക്കണേ ഇങ്ങനെ പറയാ. സിമ്പിൾ. എന്താവും? ഓക്കെ, എന്നോ എന്ന് പറയുന്നത് ഇനി ഇല്ലാവും. അപ്പൊ അത് അവിടെ കോപ്പി പിടിച്ച് അവരെ അങ്ങനെ പറയും. ഓക്കെ, പിന്നെ പറയാം. You can go now. You can go now എന്ന് പറയാം. മാം ഇത് പറയാ, പക്ഷെ അത് നമുക്ക് തന്നെ ഒരു പ്രാക്ടീസ് വേണം. പ്രാക്ടീസ് നന്നായിട്ട് പ്രാക്ടീസ്. ഇത് കുറച്ച് വേർഡ്സ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒരുപാടുണ്ട് ഇംഗ്ലീഷിൽ. നമ്മൾ എത്രത്തോളം വേർഡ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിന്റെ എല്ലാം പ്രൊണൗൺസിയേഷൻ നമ്മൾ പറയുന്ന പോലെ തന്നെയാണോ? അല്ല. നന്നായിട്ട് പഠിക്കണം. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, പ്രാക്ടീസ് ചെയ്യാം. സോ ഇതാണ് ഇപ്പൊ പ്യുവർ വവൽ ആൻഡ് ഡിഫ്തോങ്സ്. ഇതാണ് പറഞ്ഞൊക്കെ മനസ്സിലായോ? ലെറ്റേഴ്സ് ഒക്കെ മനസ്സിലാവുന്നുണ്ടോ? എഴുതിയെടുക്കണം. ഞാൻ എഴുതിയത് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. ഓക്കെ, പലരും എഴുതുന്ന പല രീതിയിലാണല്ലോ. Then നമ്മുടെ വവൽസിനെ ഡിവൈഡ് ചെയ്തു. എന്ത്? പ്യുവർ വവൽ ആൻഡ് ഡിഫ്തോങ്സ് ആയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അതില് പ്യുവർ വവലിൽ തന്നെ ലോങ് വവലും ഷോർട്ട് വവലും ഉണ്ട്. എന്തായിരിക്കും ലോങ് വവൽ ആൻഡ് ഷോർട്ട് വവൽ? ഇപ്പൊ ഈ പ്യുവർ വവലിലാണെന്ന് ഉള്ളതെന്ന് പറഞ്ഞു. ഏതായിരിക്കും എന്നറിയോ? ഇതില് ഷോർട്ട് വവൽ ഏതൊക്കെയാണ്? ഇത് ഷോർട്ട്. ആ ഇ ഉ ഓ എ. ഒക്കെ എന്താണ്? ഷോർട്ടാണ്. ഇ ഓ ഓ ഒക്കെ ഷോർട്ടാണ്. ബാക്കി ആ ഇ ഉ ഓ ഷോർട്ട്. ഇതൊക്കെ ലോങ് വവൽ. ഓക്കെ, അപ്പൊ ക്ലാസിഫിക്കേഷൻ ക്ലിയർ ആയോ? അത്രയുള്ള ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി എന്താണ് വേണ്ടത്? കോൺസണൻസ് ആണ്. കോൺസണൻസ് സൗണ്ട് പഠിക്കണം അല്ലേ? ഇപ്പൊ ഡിഫ്തോങ്സ് ഉണ്ടല്ലോ. ഇതൊക്കെയാണ് ഡിഫ്തോങ്സ്. ഇതാണ് കോൺസണന്റ് സൗണ്ട്സ്. ഓക്കെ, കോൺസണന്റ് സൗണ്ട്സ് എന്താണ്? വായിച്ചേ. എന്തൊക്കെയാണെന്ന് വായിച്ചു നിങ്ങള്? കോൺസണന്റ് സൗണ്ട് ഒന്ന് വായിച്ചേ കേക്കട്ടെ. പ്, ബ്, ട്, ഡ്, ക്, ജ്, ഫ്, വ്, ത്, ദ്, സ്. അങ്ങനെയല്ലേ മാം? ഓക്കെ, അപ്പൊ പി അല്ല, എന്താണ്? പ് ആണ് കേട്ടോ. അതുപോലെ ജി വരുമ്പോ മാം ഗ അല്ലേ വരിക? ജി വരില്ലല്ലോ. ജേക്കല്ലേ ജ് വരിക? വ്യത്യാസമുണ്ട് കേട്ടോ. ഇവിടുത്തെ ജെ വ്യത്യാസമുണ്ട്. വേറെയാണ് ജെ. ഓക്കെ, ഇത് ഗ ആണ് കേട്ടോ. അപ്പൊ പ്, ബ്, ച് ആണ്. നോട്ട് ടായല്ല കേട്ടോ. നമ്മൾ ടാ പറയുന്നത് കാറ്റിന്റെ ച്. ഓക്കെ, കാറ്റിന്റെ ച് ആണ് വരാ.
Okay. Yeah. Okay. P, B, T, T. T കണ്ടില്ല? T നിങ്ങൾ എപ്പോഴും മിസ്റ്റേക്ക് വരുന്നതാണ് ടി എന്ന് പറയുന്നത്. ടി ആക്കുന്നത്. അത് ടി അല്ല, ച് ച് എന്ന് പറയണം കേട്ടോ. നോട്ട് ടി. ച് ആൻഡ് d. ഓക്കെ, ജ് ജ്. ഒരിക്കലും നാക്കിന് ഒരുപാട് വളയ്ക്കരുത് ദാ പറയുമ്പോ. ഓക്കെ, ദായല്ല എന്ന് പറയാം. നാക്കിനെ വളച്ച് അങ്ങനെ അറ്റത്ത് കൊണ്ടുവരണ്ട. നമ്മുടെ പല്ലിന് തൊട്ട് ബാക്കിലായിട്ട് വരച്ച നാക്ക് വരുത്താം. ഇത് എന്ന് പറഞ്ഞൊക്കെ പല്ലിന് ബാക്കിലായിട്ട് തൊട്ട് ബാക്കിലായിട്ട് മുകളിലേക്ക് നാക്ക് വളയ്ക്കാം. ഒരുപാട് വളയ്ക്കണ്ട. ഡാ നാക്കണ്ട. ഡാ വിളിക്കില്ല. ഡാ വിളിക്കില്ല നമ്മള്. ആ ഡായല്ല. ഓക്കെ, കിട്ടുന്നുണ്ടോ? കുറച്ച് കഴിയുമ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കോട്ടെ നിങ്ങളെ കൊണ്ട്. ഓരോരുത്തരെ കൂടി ഞാൻ ചെയ്യിപ്പിക്കും, എന്നിട്ടേ നിങ്ങൾ വിടുള്ളൂ. ഓക്കെ, ജ് ആണ്. ജ്, യാ, ജ് ആൻഡ് ക്, ക്, ക്. ഓക്കെ, ക്, ഹിൻ, ഹിൻ, ക്. Then g, g ആണ്. g, good, good, good. And ch, ch, t and s വരുമ്പോ ch, chair, chair, chair. ch, ആ സൗണ്ട് വരുന്നുണ്ടോ? ch, ch, yeah, chair. Then j, j ഉണ്ടോ? j, jam, jam. ഇവിടെ ഞാൻ പ്രൊണൗൺസ് ചെയ്യുന്നത് ഫസ്റ്റ് ലെറ്റർ മാത്രമാണ്. ജെ ആണ് പ്രൊണൗൺസ് ചെയ്യുന്നത്. ശരിക്കും ജാം ഇങ്ങനെയല്ല, ജാം. ഇതില് ആ എ വരുന്ന ഏതായിരിക്കും? ആപ്പിളിന് വരുന്ന എ വരുന്നില്ലേ? അതാണ് ഇവിടെ വരാം, ആപ്പിൾ. അതുപോലെ ജിയാം എന്ന് പറയണം, ജിയാം. Then എം അല്ല, മ, മ, മ ആണ്. മാൻ, മാൻ, മാൻ. ഓക്കെ, വുമൺ, വുമൺ, മ ആണ് വരാം. ന, ന. ഓക്കെ, നൗ, നൗ എന്നല്ല പറഞ്ഞ നൗ. ആൻഡ് ആണ്. ആണ് തിങ് ആണേ. തിങ്, കിങ്. ആ ആണ് അവിടെ പറയാ. കിങ്, സിങ് ആൻഡ് കിങ് എന്നൊക്കെ പറയില്ലേ. ആൻഡ് ലവ്, ലവ്. ഓക്കെ, ലവ്, ലവ്, ലവ് എന്ന് പറയാം. ആൻഡ് എന്ന് പറയണ്ട. റായും റായും കൂടെ മിക്സ് ചെയ്ത് പറയാം. ഓക്കെ, മഴയുടെ റായും റായും കൂടെ മിക്സ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. അതാണ് റോഡ്, നോട്ട് റോഡ്. റോഡല്ല, റോഡ്. റൈറ്റ്, റോഡ്. ആൻഡ് റൺ. ഓക്കെ, റാ വരും. റായും റായും മിക്സ് ചെയ്യാം. ഓക്കെ, then not s, s അല്ല, so t, okay, t എന്ന് പറയും. t and then the ആണ്. pizza, zoo. ഇത് വൈബ്രേഷൻ വരും. zoo. ഓക്കെ, pizza, zoo ഒക്കെ വരും. And എന്താണ്? should. And എങ്ങനെയാ പറയാ? pleasure, അതാണ് വരാം കേട്ടോ. pleasure. ഓ, pleasure. എന്നാ വരാം. റായും ഷായും കൂടെ ഫിക്സ് ചെയ്യാം. then teacher എന്നൊരു സംഭവമില്ലേ, അതാണ് എന്താണ്? thing എന്നാ വരാം. thing ഇങ്ങനെ. thing നാക്ക് പുറത്തോട്ട് വരണം. thing. ഇത് ആണ്. ഓക്കെ, and b അല്ല, b ആണ്. w എങ്ങനെയാണ്? bat, water, what നമുക്ക് ചെക്ക് ചെയ്യും. and f എന്താ? fan. and ear, yes. then hat ആണ് വരാം. hat. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? എന്തൊക്കെയാണ്? vowels, diphthong, consonant എല്ലാം മനസ്സിലായോ? സോ റെഡി ആണോ? പ്രാക്ടീസ് ചെയ്യാം നമുക്ക്. റെഡി? തെറ്റിയാലും കുഴപ്പമില്ല കേട്ടോ. തെറ്റ് ഫസ്റ്റ് നാട്ടിൽ ചെയ്യാവുന്നില്ല, പക്ഷെ പറയാം. ഒരു പ്രാവശ്യമെങ്കിലും പറയാം. എന്തായാലും പറയണം.
ഓക്കെ, റെഡിയാണോ? സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. യാ, അപ്പൊ കോൺഫിഡൻസ് അവിടെ തുടങ്ങിക്കോളൂ കേട്ടോ. പറഞ്ഞോളൂ, സ്റ്റാർട്ട് ചെയ്യൂ. പേര് ടെക്സ്റ്റ് ചെയ്യും, ഞാൻ ഓരോരുത്തരെയും വിളിക്കാം. P B T D K G Ch J M N Ng L R S Z Sh Ž T D V V F Y H. മിസ്സേ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഈ CH വരുമ്പോൾ വരുന്നത്, അപ്പൊ ഇവിടെ ഏതാണ് TS അല്ല വന്നിട്ടുള്ളത്? അങ്ങനെയാണ്, അത് നിങ്ങൾ പറഞ്ഞു നോക്കിയേ. ടീം എസും വരും. ചെയ്യോ ഓക്കെ, അത് ലെറ്റർ അല്ല കേട്ടോ. ടീം എസ് എന്ന് പറയേണ്ടത് ലെറ്റർ അല്ല, സൗണ്ട് ആണ്. ഓക്കെ, ആ രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ വരുന്ന സൗണ്ട് ആണ് എന്ന് പറയാൻ വേണ്ടിയാണ്. ഓക്കെ, ചെയ്യാൾ ടീ പറയുന്നത് നമ്മള്, കാരണം നിങ്ങൾ പറയുന്ന ടീ വ്യത്യാസമായതുകൊണ്ടാണ്. മനസ്സിലായോ? നിങ്ങൾ ച് എന്നാണോ പറയുന്നത്? എങ്ങനെയാ പറയാ? ച് എന്ന് പറയും. ചീന്റെ കൂടെ എസ് ചേർത്തേ ച് വരും. കണ്ടോ? ചെയ്യാൾ വരുന്നുണ്ടോ? അങ്ങനെ വരൂ, പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, കോൺസെപ്റ്റ് സൗണ്ട് പറയുമ്പോ കൂടെ ഒരു വേർഡ് പറയാം. ആ വേർഡ് പ്രൊണൗൺസ് ചെയ്യാം കേട്ടോ. ഇനി നെക്സ്റ്റ് ആരാ? ഗോപിക. മാം, ഗോപിക പറഞ്ഞേലില്ലേ, ജി പറയുമ്പോ ഗോപിക ജ എന്നാണ് പറയുന്നത്, പക്ഷെ ജി പറയുമ്പോ ഗ നല്ല സൗണ്ട് വരും. ഗ എന്നാണ് പറയേണ്ടത്. ഞാൻ ച കഴിഞ്ഞിട്ട് ഗ ആണ് പറഞ്ഞത്. അങ്ങനെ ഗ എന്നാ പറയുമ്പോ ജി ഗ അല്ലേ പറയാം. പിന്നെ ഡി എന്ന് ഇട്ടിട്ട് 3 എന്ന് ഇടുമ്പോ ജ എന്ന് വരും. ജാറിന്റെ ജെ അല്ലേ മാം? കറക്റ്റ് അല്ലേ മാം? ഇതിന്റെ ഈ ഫോണറ്റിക്സ് ഇല്ലേ, വവലും കോൺസണൻസും കാണാതെ പഠിച്ച് ബൈഹാർട്ട് ചെയ്തിട്ട് ഒരു പാരഗ്രാഫ് ഇംഗ്ലീഷിൽ തരുമ്പോൾ ഈ സ്ലാൻഡിങ് ലൈൻ എടുത്ത് ഓരോ വേർഡും ഫോണറ്റിക്സിൽ ട്രാൻസ്ലേഷൻ ചെയ്ത് എഴുതിയിട്ടുണ്ട് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ. ഫംഗ്ഷൻ ഇംഗ്ലീഷാണ് പഠിച്ചപ്പോൾ ഒരു മെയിൻ പേപ്പർ ഉണ്ടായിരുന്നു ഫോണറ്റിക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഒരു വേറൊരു ഭാഷ പോലെയാണ്. അതെങ്ങനെ ഒരു ഇംഗ്ലീഷിൽ ഇപ്പോൾ ഒരു പാരഗ്രാഫ് തരുമല്ലോ നോർമൽ, അതിന് നമ്മൾ ഈ ഭാഷയിലേക്ക് മാറ്റി എഴുതണം. അങ്ങനെയൊക്കെ വരെ എഴുതിയിട്ടുണ്ട്. പക്ഷെ കുറേ ഗ്യാപ്പ് എടുത്തുകൊണ്ട് ഇപ്പോൾ വീണ്ടും പഠിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഒന്ന് ഓർക്കാൻ താങ്ക് യു മാം. ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ നല്ലൊരു കഴിവാണ്. മാമിനെ അപ്രീഷിയേറ്റ് ചെയ്യണു. മാം എഴുതിയിട്ടുണ്ടോ മാം ഇതുപോലെ? മാം ചെയ്തിട്ടുണ്ടോ ഇതുപോലെ പാരഗ്രാഫ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടോ ഫോണറ്റിക്സിലേക്ക്? ഞാനും ഇംഗ്ലീഷ് പഠിച്ചപ്പോ ഉണ്ടായിരുന്നു കോളേജ് ടൈമിൽ. ഞാൻ ഇംഗ്ലീഷ് ആയിരുന്നു. മാമിന്റെ നോട്ട്സ് ആണോ ഇത്? മാമിന്റെ അപ്പത്തെ നോട്ട്സ് ആണോ ഡിഗ്രിയിൽ പഠിക്കുമ്പോൾ? ഇല്ല, ഡിഗ്രി നോട്ട്സ് ഒക്കെ പോയി. പഠിച്ചില്ല. അന്ന് സാറൊക്കെ ഇങ്ങനെ പറയുന്നത് ഞാനൊക്കെ ചിരിച്ചിട്ടുണ്ട്. എന്താണ് ഇത് പറയുന്നത് കാര്യം. മാം ഒരു വർഷം എടുത്തു മാം ഇത് ശരിക്കും പഠിച്ചെടുക്കുക. ഇത് ബൈഹാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇത് കാണാതെ, ഇത് ഈ ലെറ്റേഴ്സ് കംപ്ലീറ്റ് കാണാതെ എഴുതി പഠിച്ച് ഭാഷയിലേക്ക് മാറ്റി എഴുതുമ്പോൾ ഒരു വർഷമായിരുന്നു ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെ എഴുതേണ്ട ആവശ്യം എനിക്കില്ല അല്ലേ? പക്ഷെ അതൊരു മെയിൻ പേപ്പർ ആയിരുന്നു മാം. എനിക്ക് അങ്ങനെ ഒരു എക്സാമിന് 100 മാർക്കിന് ഒരു പേപ്പറേ ഉണ്ട്. ഇത് വേറെ ഈ ഫോണറ്റിക്സിലേക്ക് എഴുതാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ലാംഗ്വേജ് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് മുഴുവൻ ഞാൻ കാണാതെ ഇങ്ങനെ പഠിക്കണം. ഇപ്പോഴൊന്നും എനിക്ക് അറിയുന്നില്ല. ഈ ആ ഈ എ ഇതെല്ലാം എഴുതി പഠിക്കായിരുന്നു. അപ്പൊ ശരിക്കും ഇതൊരു റൈറ്റിംഗ് എക്സാം ആക്കേണ്ട ഒരു ആവശ്യമില്ല. ശരിക്കും ഇത് പ്രൊണൗൺസ് ചെയ്ത് പഠിക്കേണ്ടതാണ്. അങ്ങനെ എക്സാം ഉണ്ടാവും. കാരണം ഞാനൊന്നും ഡിഗ്രിക്ക് പോയിട്ടില്ല കേട്ടോ. ഞാനൊക്കെ 2 ആഴ്ച ഡിഗ്രിക്ക് പോയിട്ടുള്ളൂ. അപ്പൊ ഈ 2 ആഴ്ച പോയപ്പോ BA എക്കണോമിക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഫോണറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സബ്ജക്ട് ഉണ്ടായിരുന്നു. അതിനൊരു സാറുണ്ടായിരുന്നു, ജോർജ് സാറ്. എന്നിട്ട് ഞാൻ എന്താ പറയുക, ആകെ ഒരു ക്ലാസ്സിൽ സാറിന്റെ എനിക്ക് കിട്ടിയുള്ളൂ. ആ സമയത്ത് സാറ് ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു, നിങ്ങളെന്താ ഹോട്ടല് നിങ്ങള് എന്താ റെസ്റ്റോറന്റിന്റെ വേറെ ഇതില്ലേ ഹോട്ടൽ അങ്ങനെ എന്തോന്ന് പറഞ്ഞു. അതെന്താ? അപ്പൊ എല്ലാരും ഹോട്ടൽ എന്ന് വലിയ കാര്യത്തിൽ പറഞ്ഞു. അപ്പൊ ഹോട്ടലാണോ? ഹോട്ടൽ. അപ്പൊ സാർ ബോർഡിൽ എഴുതി. അപ്പൊ എന്താ എല്ലാരും ഹോട്ടൽ ഇങ്ങനെ വലിയ ഇത് ഹോട്ടൽ എന്നാ സാറെ വായിക്കാം. പക്ഷെ സാറെന്ന് പറഞ്ഞത് എനിക്ക് ഹോറ്റൽ അങ്ങനെ എന്താ പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ എല്ലാരും
ഈ സാറത് എന്താ പറയണ ഹോറ്റയിലെന്നോ, ഞങ്ങളൊക്കെ ഹോട്ടലിൽ നിന്നല്ലേ പറയാ. അപ്പൊ ഞാൻ ആ വേർഡ് ഞാൻ മറക്കൂല. ഹോറ്റയില് ഫോണിറ്റിക്സ് പഠിപ്പിച്ചെന്ന സാറിനെ മറക്കൂല. ആ ഒരു ദിവസേ ക്ലാസ് കേട്ടുള്ളൂ. ഫോണിറ്റിക്സിന് അങ്ങനെ ഒരു ഇതുണ്ട്, ഒരു സബ്ജക്റ്റ് ആയിട്ടുണ്ട് അത്. മാം ലിറ്ററേച്ചർ അല്ലേ മാം പഠിച്ചേ BA? ഞാൻ ഫങ്ഷണൽ ഇംഗ്ലീഷാണ് മാം പഠിച്ചത്. അതുകൊണ്ട് മെയിൻ പേപ്പർ ഫോണറ്റിക്സ് ഉണ്ട്. ഇത് അതുകൊണ്ടായിരുന്നു ഇത് ട്രാൻസ്ലേഷൻ ചെയ്യാനുള്ളതും കൂടെ പഠിച്ചു. ഓക്കെ. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ പ്രോബ്ലം വരുന്നത് എവിടെയാണെന്ന് അറിയാം. നിങ്ങൾ പറയുന്നത് കറക്റ്റ് ആണ്, പക്ഷെ ചില പോർഷനിൽ നിങ്ങൾക്ക് പ്രോബ്ലം വരുന്നുണ്ട്. അത് നിങ്ങൾ ടാ പറയുന്നത്, ടീ തെറ്റാണ് നിങ്ങൾ പറയുന്നത്. ടീ തെറ്റാണ്, ടീ തെറ്റാണ്. നിങ്ങൾ കാറ്റിന് എങ്ങനെയാ പറയാ? കാറ്റ്, ആ ചാ വരണം. ആ ചാ വന്നാലും ശരിയാവും. മാം ടാറ്റ എന്ന് പറയില്ലേ? ടാറ്റ. ആ ടാറ്റ. കൊച്ചി പറയട്ടെ, കൊച്ചി. കൊച്ചി ക്രെയിനില്ല, കൊച്ചി. നിങ്ങള് കൊച്ചി എന്താ പറയാ? കൊക്ക്, കൊക്കിനെയാണ് കൊച്ചി പറയുന്നത്. കൊക്ക്. ഞങ്ങളതിന്റെ കൊച്ചി എന്നാ പറയാ. അതച്ചി ആച്ച. മിസ് വിചാരിക്കണ മിസ്സിനെ എന്തോ വിളിച്ചതാണെന്നില്ല. അല്ല, കൊച്ചി എന്താ എനിക്ക് മനസ്സിലായത്? കൊച്ചി, കൊച്ചി മീൻസ് ക്രെയിനില്ലേ? ക്രെയിന് കൊക്ക്, ക്രെയിൻ കൊക്ക്. ക്രെയിന് പക്ഷി, പക്ഷി. ഒരു പക്ഷിയില്ലേ? ഞാൻ മറ്റു കഥ കേട്ടിക്കണോ? ക്ലവർ ക്രെയിനിന്റെ കഥ കേട്ടിക്കണോ? ആ സംഭവല്ലേ? പാലംകുട്ടിന്റെ ആൻസർ ആണ്. കാറ്റ്, കാറ്റ് തന്നെയല്ലേ എല്ലായിടത്തും? കാറ്റൊന്നുമില്ലല്ലോ. കാറ്റ്. അപ്പൊ പറയൂ കാറ്റ്. പറയൂ. നാക്ക് വളക്കണ്ട. നാക്ക് വളക്കാതെ തന്നെ പല്ല് അവിടുന്ന് ടച്ച് ചെയ്യൂ. പറയൂ. കാറ്റ്, കാറ്റ് വീശി, കാറ്റ്. ആ ചായാണ് വരാ. ഓക്കെ. ടീച്ചർ, ടീച്ചർ എന്നെങ്ങനെയാ പറയാ? ടീച്ചർ അല്ല, ടീച്ചറെ വിളിക്കില്ല. ടീച്ചർ അല്ല, ടീച്ചർ, ടീച്ചർ, ടീച്ചർ. നിങ്ങൾ പറയുന്നുണ്ടോ? ടീച്ചർ, ടീച്ചർ, ടീച്ചർ. ഞാൻ കേൾക്കുന്നില്ലല്ലോ. പറയുമ്പല്ലേ ടി അല്ലേ ലാസ്റ്റ് വരെ? നമ്മള് കാറ്റ് എന്ന് പറയുന്നില്ലല്ലോ, ക്യാറ്റ് എന്നല്ലേ പറയുന്നത്? കാറ്റ്, ആറ്റ്, അതല്ലേ? അതല്ല. ഇനി ഡോർ പറഞ്ഞേ. ഡോർ, ഡോർ. ഡോഗ്. ഡാ പറയില്ലേ? ഡാ അല്ല, കാറ്റ് തന്നെ കാറ്റ്. ചാ തന്നെ പതുക്കെ പിടിക്കാം. ഓക്കെ. ഒരു ഡി കേറ്റ. ആ കാറ്റ് പറയുന്ന അവിടെ ഒരു ഡി കേറ്റ. നൈസ് ആണ് ഡി കേറ്റ. ഓക്കെ. പറയുമ്പോ നമ്മുടെ ഇവിടെ അത്രയും ഓപ്പൺ ആവില്ല. ആണെങ്കിൽ കുറച്ചുകൂടെ ഓപ്പൺ ആവും. കണ്ടോ? ആണെങ്കിൽ അത്രയും വരില്ല. മനസ്സിലായോ? പുറത്തോട്ട് വരും, വേറെ പുറത്തോട്ട് വരും. ആണെങ്കിൽ അകത്താണ് പ്രശ്നം വരാം. കിട്ടിയോ? കിട്ടുന്നുണ്ട്. അത് കിട്ടിയാൽ രക്ഷപ്പെട്ടു. അത് കിട്ടിയാൽ തന്നെ കുറച്ച് ഇംഗ്ലീഷിൽ നിന്ന് പിടിച്ചു നിൽക്കാൻ പറ്റും. പറയുന്നത് അതുപോലെ നിങ്ങൾ റാ പറയുന്നത്. ടീച്ചർ, നിങ്ങൾ ടീച്ചർ എന്നാ പറയാ. അല്ല. റൈറ്റ്, റൈറ്റ്, റോഡ്, റൈറ്റ് ആണ്. ഓക്കെ. റായല്ല കേട്ടോ. റൈഡ്, റൈഡ്. നമുക്ക് റൈഡ് പോകാം. റൈഡ്, റൈഡ് ആണ്. റൈറ്റ്. റൺ, യു ക്യാൻ റൺ നൗ. റൺ. റൈറ്റ്. റീഡ്, റീഡ്, റീഡ്. ഓക്കെ. റീഡ് ആണോ റീഡ് ആണോ നല്ലത്? Read. Can read now. Can read now. Yeah, read. Read. ബാക്കിയൊക്കെ നമ്മൾ പിന്നെ തട്ടിമുട്ടിയൊക്കെ പറയും. ഇതാണ് വിഷയം. പിന്നെ ഒരു ഇതുണ്ട്, ഫാദർ, ഫാദർ. ഇതെങ്ങനെയാ പറയാ? ഫാദർ എന്നാണോ പറയാ? എല്ലാവരും ഫാദർ ആണ്. ഫാദർ. സൈലന്റ് ആയിരിക്കും മാം. ഫാദർ, ഫാദർ. ഫാദർ. ദായാണ്. ദിസ്. നാക്ക് പുറത്തോട്ടാണെങ്കിലും നാക്ക് പുറത്തോട്ട് വരാം. അത് മാത്രമല്ല എയറും പുറത്തോട്ട് വരും. അങ്ങനെയാണ് നമ്മൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. വെസ്റ്റേൺകാരൊക്കെ പറയുന്നത് ശ്രദ്ധിച്ചു നോക്കിയേ.
അങ്ങനെയാണ് പറയാ. നമ്മൾ പറയുന്ന കുറച്ച് നമ്മൾ തായാണ്, നമ്മൾ മലയാളത്തിൽ താ പഠിച്ചു, ആ തായല്ല വരാം. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്ന ടീച്ചർമാർക്കൊന്നും ഇത് അറിയില്ലാണ്. ഓരോന്നും ഞങ്ങൾക്ക് ഇങ്ങനെയൊന്നും പറഞ്ഞു തന്നിട്ടില്ല. അവര് പറയണ ഇംഗ്ലീഷാണ് അതേപോലെ ഞങ്ങൾ പഠിക്കണത്. ഓ പിന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച് അതേപോലെ പഠിച്ചു എല്ലാവരും. അല്ല നമ്മളെ ഇപ്പൊ ഫാദർ അല്ലെങ്കിൽ ടീച്ചർ എന്നൊക്കെ പറയുമ്പോ അവര് ടീച്ചർ എന്നല്ലവർ നമ്മളെടുത്ത് പറയും. അപ്പൊ നമ്മളും വിചാരിക്കും ആറവിടെ ഉച്ചാരണം ഉണ്ടെന്ന്. ശരിയാണ്, അതൊന്നും കുറ്റപ്പെട്ട കാര്യമില്ല. സിലബസിന്റെ കുഴപ്പമാണ് അല്ലെ. നമ്മള് ക്ലാസ്സിൽ ഗുഡ് മോർണിംഗ് ടീച്ചർ എന്നൊക്കെ പറഞ്ഞ പോലെ പണ്ട് നമ്മളെ പറയാ ഗുഡ് മോർണിംഗ് ടീച്ചർ എന്ന് പറയുമ്പോ ടീച്ചർ എന്ന് പറയല്ലേ, ടീച്ചർ എന്ന് പറയണില്ലല്ലോ. നമ്മൾ അങ്ങനെ പഠിച്ചു പോന്നു. അന്ന് അവര് പഠിച്ചിട്ടില്ല, അന്ന് അവർക്ക് ഫോണിക്സ് അറിയില്ലായിരുന്നു, അതുകൊണ്ട് നമ്മളെ പഠിപ്പിച്ചില്ല. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഫോണിക്സ് അറിയാം, നിങ്ങൾ പഠിപ്പിക്കണം, നിങ്ങളാണ് ഇനി പഠിപ്പിക്കേണ്ടത്. ഓക്കെ, നിങ്ങൾ പഠിക്കണം. ഇനി നിങ്ങൾ എന്തെല്ലാം കാര്യം പഠിക്കാനുണ്ട്. മാം ഈ ഇംഗ്ലീഷുകാരില്ലേ മാം, സായിപ്പന്മാർ, അവരുടെ അടുത്തൊക്കെ ഒരു മാസം ഇതുപോലെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് അവര് പറയണ ഒരു പ്രൊണൗൺസിയേഷൻ ഇത് തന്നെയാണ്. പിന്നൊരു കാര്യം കേട്ടോ, എല്ലാ വെസ്റ്റേൺകാരും ഇങ്ങനെ പറയണമെന്നൊന്നുമില്ല. നമ്മളിപ്പോ ജർമ്മനിയിലാണെങ്കിൽ അവിടെ മെയിൻ ലാംഗ്വേജ് ജർമ്മൻ ആണ് അല്ലെ, ജർമ്മനാ. അവിടെ ഇംഗ്ലീഷ് അധികം യൂസ് ചെയ്യാറ്. അപ്പൊ ജർമ്മൻകാരുടെ ആ ഒരു ലാംഗ്വേജിന്റെ ഇൻഫ്ലുവൻസും ഇംഗ്ലീഷിൽ വരും. മനസ്സിലായോ? പക്ഷെ UK ആണ് കറക്റ്റ്. ബ്രിട്ടീഷ് അമേരിക്കൻ ഇംഗ്ലീഷും രണ്ടും രണ്ടാണെന്ന് അറിയാലോ. നമ്മൾ രണ്ട് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. നമ്മൾ ബ്രിട്ടീഷും അമേരിക്കൻ ഇംഗ്ലീഷും രണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് പറയുന്ന ഇംഗ്ലീഷും കറക്റ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഡൗട്ടായി നമ്മള് ബ്രിട്ടീഷും അമേരിക്കനെ യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊരു ഡൗട്ട് വന്നോ? ഇങ്ങനെ ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ ഇല്ലയോ? ഉണ്ടില്ല. ബിസ്ക്കറ്റ് എന്താ? ബിസ്ക്കറ്റ് എന്ന് പറയാറുണ്ടോ നിങ്ങള്? ബിസ്ക്കറ്റ്, കുക്കി, അത് രണ്ട് വാക്കല്ലേ? അതായത് പൈപ്പ് ഒന്ന് അമേരിക്കനും ഒന്ന് ബ്രിട്ടീഷ് വരുന്നത്. അതേപോലെ പൈപ്പും ടാപ്പും. ലോറി, ട്രക്ക്, റബ്ബർ, എറേസർ. അതേപോലെ സിനിമ, മൂവി, ഫിലിം ഒക്കെ ഇവിടെ വന്നു. മാം പിന്നെ റൈറ്റിംഗ് വ്യത്യാസം ഉണ്ടോ അവരുടെ? നമ്മൾ റൈറ്റിംഗ് വ്യത്യാസം ഉണ്ടോ അവന്റെ? റൈറ്റിംഗില് ചില സ്പെല്ലിംഗ് വ്യത്യാസം ഉണ്ടാവും. നമ്മള് പിന്നെ എന്തും പഠിക്കുമല്ലോ അല്ലെ, നമ്മൾ എല്ലാ ലാംഗ്വേജും പഠിക്കുന്നവരാണ്. ഇന്ന് ഫോണറ്റിക്സ് ഒക്കെ പഠിച്ചിട്ട് ഇനി എന്താ വൈവക്ക് സ്റ്റോറി പറയുമ്പോ എല്ലാരും നല്ല ഫോണറ്റിക്സിലേക്കാരും പറയാം. അതെ അതെ, കറക്റ്റ് ആ ഒരു പ്രൊണൗൺസിയേഷൻ എല്ലാരും പറയാം. ടീച്ചർമാർ ഞെട്ടണം. വൈബ് എടുക്കുന്ന ഏത് ടീച്ചറാണ് അവർ ഞെട്ടണം. ഇത് ഇംഗ്ലീഷ് നന്നായിട്ട് പറയുന്നുണ്ടല്ലോ എന്ന് പറയണം. എന്നോട് വന്ന് പറയണം അവരെ. ഓക്കെ, അതേപോലെ ഇംഗ്ലീഷ് സംസാരിക്കുക എല്ലാവരും. അവര് കളിയൊക്കൊന്നുമില്ല, അവര് ഞെട്ടിപ്പോ ആരായിരിക്കും നിങ്ങൾ വൈബ് എടുക്കുക? ഐ തിങ്ക് അതിനൊക്കെ സാധനമാണ് അവരും ചെന്ന് ഞെട്ടിക്കുക. ജിഷ മാം അല്ല മാം? എല്ലാവരും ഉണ്ടാക്കും, ഞാൻ ഒഴികെ എല്ലാവരും വരാം. ഇവിടെ വീട്ടിലൊക്കെ എല്ലാരും ഷർട്ട് പറഞ്ഞു. ഞാൻ ഒരു ദിവസം ഏത് ഷർട്ടാ അയൺ ചെയ്യേണ്ടത് ചോദിച്ചതാ. ഷർട്ടോ മിച്ചി എന്താ പറയണേ, ഷർട്ടിനാണോ ഷർട്ട് എന്നൊക്കെ പറയാ, അങ്ങനെ ചോദിക്കൂ. ഷർട്ടാണ്. കാരണം ഇവിടെ നമ്മൾ ഷൂ പഠിച്ചില്ലേ, ആ ഷൂ ആണ് ഇവിടെ വരുന്നത്. ഷർട്ട് എന്നാ പറയാ, ഷർട്ട് അല്ല കേട്ടോ, ഷർട്ട്. ഓക്കെ, അങ്ങനെ പറയുമ്പോ അവർക്ക് മനസ്സിലാവും ഇത് എന്താ പറയണെന്ന് ചോദിക്കണത്. അവര് ഷർട്ട് എന്നല്ലേ കേക്കണത്. പറയണം, പഠിച്ചതാണെന്ന് പറയണം. അതൊന്നും ഇവിടെ ഒന്നും പറയില്ല. നമ്മളത് പറയുമ്പോ ഇവര് എന്തോ സംഭവം പറയണ പോലെ കളിയാക്കും. അല്ല മിസ്, പഠിച്ചു വട്ടായോന്ന് ചോദിക്കും. ഇംഗ്ലീഷ് പഠിച്ച് വട്ടായോ എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ എവിടെയെങ്കിലും പോയി സംസാരിച്ചു നോക്കിയേ, നമ്മളെ കുറിച്ച് ഓർത്താൽ അഭിമാനം കൂട്ടും. ഇപ്പൊ നമ്മുടെ ഫാമിലീസ് ആയിട്ട് ചുമ്മാ എവിടെയെങ്കിലും പോയെന്ന് വിചാരിക്കും. ആരെങ്കിലും ഏതെങ്കിലും ഒരു സൈപ്പോ നിങ്ങൾ പറയുന്ന മദാമ എന്നാണ് ഞാൻ പറയാറ്. നമ്മൾ പറയില്ല പണ്ട് സൈപ്പും മദാമയും പറഞ്ഞിട്ടുണ്ടെന്ന് പറയില്ലേ, ഇങ്ങനെയാ പറയാ. അത് മദാമ കേട്ടോ, മദാം. ഓക്കെ, മദാം മദാമ. ഓക്കെ, അങ്ങനെയൊന്നും പറയരുതേ. ഓക്കെ.
ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലേ? അയ്യോ കഷ്ടായല്ലോ ഷെമീന. ഇവിടെ മഴ കുറഞ്ഞു. ഓക്കെ, റെക്കോ ക്ലാസ് കാണോ? റെക്കോ ക്ലാസ് കാണണ്ട, ഒരുപാടുണ്ട്, ലെങ്തി ആണ്, നിങ്ങൾക്ക് കണ്ട ഭ്രാന്ത്. ഓക്കെ, അപ്പോ പറഞ്ഞു വന്നെന്താണ്, ഇംഗ്ലീഷ് ഇങ്ങനെ സംസാരിച്ച് കാണുമ്പോ അവർക്ക് ഫാമിലി, ഇപ്പൊ അച്ഛനാണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും ഒക്കെ അവരെ നോക്കുമ്പോൾ എന്റെ ഭാര്യ അല്ലെങ്കിൽ എന്റെ മോള് അങ്ങനെ സംസാരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ആലോചിക്കും. ഓക്കെ, അതുപോലെ ആവാം. പ്രാക്ടീസ് ചെയ്താലേ എല്ലാം നടക്കും കേട്ടോ. അവർ പറയുന്ന പോലെ ഒക്കെ നമുക്ക് പറയാൻ പറ്റും, പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ ഓക്കെ അല്ലേ? കൃത്യല്ലേ? ലെറ്റേഴ്സ് ഒക്കെ മനസ്സിലായി, കുറച്ച് കാര്യങ്ങളൊക്കെ കോൺടെക്സ്റ്റിൽ എന്തൊക്കെയോ എവിടേക്കോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനിയൊന്ന് പ്രാക്ടീസ് ചെയ്യണം, കുറച്ച് വേർഡ് ഒന്ന് പ്രാക്ടീസ് ചെയ്താലോ. കണ്ടോ, ഇങ്ങനെയാണ് എഴുതുക. ഫ്ലവർ, ഫ്ലവർ, ഫ്ലവർ. ഓക്കെ, ഫ്ലവർ. ടീച്ചർ, ടീച്ചർ. അവിടെ ആറില്ല. നിങ്ങൾ നോക്കിയേ, കോണ്ടെക്സ്റ്റിന്റെ ട്രാൻസ്ക്രിപ്ഷൻ കണ്ടോ നിങ്ങൾ? ടീച്ചറിൽ എന്തെങ്കിലും ട്രാൻസ്ക്രിപ്ഷൻ കണ്ടോ? അതിൽ ആറുണ്ടോ? ടീച്ചറിൽ ആറുണ്ടോ? ഇല്ല. ടീച്ചർ എന്ന് എഴുതിയിരിക്കുന്ന ട്രാൻസ്ക്രിപ്ഷനിൽ ആറില്ല. പിന്നെ എന്തിനു നമ്മൾ ആറ് പ്രൊണൗൺസ് ചെയ്യണം? ആവശ്യമില്ലല്ലോ. ടീച്ചർ. ഓക്കെ, ടീച്ചർ. ടീച്ചർ മാത്രം പറയരുത് കേട്ടോ, ടീച്ചർ. ആറ് നമ്മൾ വിഴുങ്ങുക, ഉള്ളിലുണ്ടാവും, പുറത്തോട്ട് വരരുത്. ഉള്ളിലുണ്ട് ആറ്, പുറത്തോട്ട് വിടുന്നില്ലെന്ന് മാത്രം. ഓക്കെ, ടീച്ചർ, ടീച്ചർ. പാർട്ടില് ആറ് അവിടെ ഉണ്ടോ? ആറ് നമ്മൾ സൈലന്റ് ആണ്. ഓക്കെ, ആറ് നമുക്ക് ആവശ്യമില്ല. പാർട്ട്, പാർട്ട്, പാർട്ട് എന്നാ പറയാ, പാർട്ട്. not camel, camel. Okay, camel, camel. Then method, 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 method. Okay, method. Leisure, leisure. Okay, leisure wala, leisure, leisure. Charge. പറയാൻ പറ്റുന്നുണ്ട്. പറഞ്ഞുതരുമോ? പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അക്ഷരയായി പറഞ്ഞു ഭയങ്കര ടയർഡായി. എന്താണ് കേട്ടോ കേട്ടോ? ലീജോർ, ലീജോർ എന്നാ പറയാ, ലീജോർ. Take your chair and sit here. Mute you. Sit here. എല്ലാവരും മ്യൂട്ട് ചെയ്തിട്ടുണ്ടോ? Then ship, ship, ship. Okay, ship. Method, method. ഇവിടെ ആറില്ല, മദറിന് ആറില്ല ഇവിടെ, കണ്ടോ? മദർ, മദർ അല്ല. എന്റെ മദർ എന്നൊക്കെ പറഞ്ഞാൽ മദർ അല്ല കേട്ടോ, മദർ. ഓക്കെ, മദർ, മദർ, മദർ. സൗണ്ട് ഉണ്ട്, മദർ. ഓക്കെ, then symbol, symbol, not symbol, symbol അല്ല, symbol അല്ല കേട്ടോ, symbol, symbol. ഓക്കെ, symbol. And apple, 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 apple അല്ല, apple, apple. Then drywall, drywall, drywall. ആറില്ല കേട്ടോ അവിടെ, drywall. And bed, bed, bed. Cat, cat, cat. Now, now, now. Legend. Okay, legend, legend. And jewel, jewel, jewel. Sheep, sheep. Rat, rat, rat. Okay, rat. Sandal, sandal, sandal. Okay, clear? ഞാൻ പറയുമ്പോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? നോർമൽ ഇംഗ്ലീഷ് പറയുന്ന പോലെയാണോ ഞാൻ പറയുന്നേ? നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് തോന്നുന്നുണ്ടോ? മദർ വന്നില്ലേ, മദർ വന്നില്ലേ, അപ്പൊ ഫാദർ, ഫാദർ വരുള്ളൂ. ആറ് സൈലന്റ് ആണോ? ആറാണോ? ആറ്, ആറ് സൈലന്റ് ആണ്. ഫാദർ, ഫാദർ. ആറുണ്ട്, ഫ്ലവർ, മദർ എന്നൊക്കെ പറയുമ്പോൾ ആറുണ്ട്. ആറുണ്ട്, അല്ല നമ്മള് പറയുന്നത് സൈലന്റ് ആണോ? മദർ, ഫാദർ.
സൈലന്റ് മീൻസ് നമ്മളത് പുറത്തോട്ട് വിടുന്നില്ലെന്ന് മാത്രം, അകത്തുണ്ട്. അതെ അതെ അതെ. ഉള്ളിൽ പറയുന്നുണ്ട് നമ്മള്. മദർ കണ്ടോ, എഴുത്ത് കൊണ്ട് പോകുന്നുണ്ട്, പക്ഷെ പുറത്തോട്ട് വിടുന്നില്ല. ശരിക്കും എന്തോ ട്രീറ്റ് കേട്ടില്ല. ട്രീറ്റ് ഇല്ലേ മാം? ട്രീറ്റില് തെറിട്ട് എന്നുള്ള വാക്കല്ലേ? ഫസ്റ്റ് അല്ലേ വരുന്നത്? സ്ട്രെച്ച് ആണോ? സ്ട്രെച്ച് ഉദ്ദേശിച്ചേ? കേൾക്കുന്നില്ല കേട്ടോ, കറക്റ്റ് ആയിട്ടൊന്ന് പറയും, മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നത്. ആരൊക്കെയോ അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്, ആരൊക്കെയോ പറയുന്നുണ്ട്. എന്താണ് പറഞ്ഞത്? ഏത് വേർഡാണ് പറഞ്ഞത് നിങ്ങള്? റൈറ്റ് ആണോ സ്ട്രെച്ച് ആണോ? സാമ്പിളിന്റെ മേലെ പ്രഷർ. പ്രഷർ. യാ പ്രഷർ ആണല്ലോ. I thought pressure. Stretch. Yeah, stretch. Stretch. Stretch എന്നാ പറയാ കേട്ടോ. Stretch. എന്ന് പറയും. Stretch. I stretch you. I stretch you. I stretch. Okay, clear? പറയാ മാക്സിമം പറഞ്ഞു പഠിക്കും, അല്ലാണ്ട് കിട്ടില്ല. ഓക്കെ, നന്നായിട്ട് പഠിക്കാം. ഇനി okay, pen, pen, pen. Okay, pen, pen, bad, bad, bad. Tea, 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 not tea, tea alla, tea. Okay, give me a cup of tea. Give me a cup of tea. A cup of tea. A cup of tea. Parana, not a. Give me a cup of tea. Okay, give me a cup of tea. A parayed the door. Actually, a parayed. Give me a cup of tea. Tea, not tea. Tea alla, tea. Give me a cup of tea. Then did. Did alla. Do, done, did alla. Did. Do, done, did. അങ്ങനെ പറയാ. Did, not did. Okay. നാക്ക് വളയ്ക്കണ്ട, ഇങ്ങനെ വളയ്ക്കണ്ട, ഡാ ആക്കണ്ട. Okay. Did. Then a cat. Got. And a chain. അയ്യോ, ഇനി ആരെങ്കിലും ഒന്ന് നിങ്ങളൊന്ന് വായിച്ചേ ഓരോരുത്തരും. ആരാ വായിക്കാം? എനിക്ക് റെസ്റ്റ് വേണം കുറച്ച്, അത് ഞാൻ പറയാം. പറയൂ. ഒരാള് വായിക്കും, ഒരാളല്ല മിക്കവരും വായിക്കണമെന്ന്. കോണ്ടെക്സ്റ്റ് പഠിക്കണ്ടേ? ജാം ജയും എന്നല്ലേ മാം പറയാ? ജ പിന്നെ എ ജയും. ജാം അല്ല കേട്ടോ, ജയും. ജിം. ഫാൾ ഫോൾ. മാം ആക്ച്വലി ഒരു ഡൗട്ട് ആയിക്കിട്ടെ മാം, ഇപ്പൊ ഫാളിന് എഴുതിയിട്ടുണ്ട്, അപ്പൊ ഫസ്റ്റ് വേർഡ് ഫ്, രണ്ടാമത്തെ സി ഇട്ടിട്ട് രണ്ട് കുത്തിട്ടത് ഓ അല്ലേ മാം? ഓ. അപ്പൊ അങ്ങനെ നോക്കിയിട്ടല്ലേ മാം വായിക്ക? അങ്ങനെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. പക്ഷെ അങ്ങനെ നോക്കുമ്പോ ഫ് ഓൽ ഫാളാണത്, പക്ഷെ ഫ് ഓ അങ്ങനെ വായിക്കാൻ പറ്റണ. അങ്ങനെ വായിക്കരുത് ഫോൾ. കാരണം ഇതെങ്ങനെ വായിക്കുന്ന വെച്ചാല് ഫു എന്ന് പറഞ്ഞിട്ട് ഓ എടുക്കുക. ഫോൾ കണ്ടോ, ഫോൾ അങ്ങനെയാ വരാം. മാം അതന്നെ മാം ഞാൻ ചോദിച്ചത്. ഫ് എന്നാണ് ഫസ്റ്റ് എഫ്. ഓക്കെ, സെക്കൻഡ് സി എന്നിട്ട് രണ്ട് കുത്തും നമ്മൾ ഓ എന്നല്ലേ പഠിച്ച്? ഈ വവൽസിൽ ഓ എന്നുള്ള വാക്കാണത്. അപ്പൊ ഓ ഫാളാണ്. അത് കറക്റ്റ്. നമ്മള് എഫ് എന്ന് പറയണ്ട. ഫ് നമ്മൾ ഒറ്റ ലെറ്റർ പഠിച്ചതേ ഉള്ളൂ. അത് കൂട്ടി വരുമ്പോ ഫ് വരും. അപ്പൊ ഫാൾ. ഓക്കെ, ഫാൾ. ഇപ്പൊ കുറച്ച് പുറത്തോട്ട് വിട്ടിട്ട് കുറച്ച് വായിക്ക്, കുറച്ച് എയർ പുറത്തോട്ട് വിട്ടിട്ട് കുറച്ച് ബാക്കി ഉള്ളിലേക്ക് ഇടുക. ഫാൾ. ഓക്കെ, ഫാൾ. കണ്ടോ? അപ്പൊ എല്ലാം അങ്ങനെ തന്നെ പറയണം, ഇളവ് പറയരുത്. അത് ല എങ്ങനെ പഠിച്ച് അതുപോലെ തന്നെ അവിടെയും പറയണം. ഫോൾ. ഓക്കെ, ഫോൾ. ല തന്നെ വന്ന ഫോൾ. I fall in love. I fall in love. Love എന്ന് പറയണം. Love. Okay. Then a ten. Okay, ten. Not thin. Thin അല്ല, ten. A ten. മാം ആ സീറോ എന്നിട്ടിട്ട് സെൻട്രൽ ഒരു വരില്ല, അത് ത എന്നുള്ള വാക്കല്ലേ? ത. അപ്പൊ തിൻ. നെക്സ്റ്റ് വരുന്നത് ദിസ് എന്നുള്ളത് ദ എന്നുള്ള വാക്കല്ലേ മാം? ദ. അപ്പൊ ദ ഇ എസ്. അപ്പൊ ദിസ് അങ്ങനെ വായിക്കണം. ദി വരും, അതങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കറക്റ്റ് കിട്ടും.
അതിന് സെപ്പറേറ്റ് ചെയ്യണ്ട. ഈ എന്ന് പറയണ്ട, അത് ഒന്നിച്ചാക്കുക. കറക്റ്റ് കിട്ടും. പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ളിൽ അത് കിട്ടും. ഓക്കെ, എന്ന് പറയും. കണ്ടോ വരുന്നുണ്ട്? എല്ലാവരും ട്രൈ ചെയ്യാണോ? അതാണ് അത്ര സൈലന്റ്. എല്ലാവരും പറയാണോ അവിടെ ഇരുന്ന്? ഒറ്റയ്ക്ക് പറഞ്ഞു നോക്കാണോ? കുറച്ച് പേര് മാത്രം, ബാക്കിയൊക്കെ എന്തെടുക്കാ? കുറെ പേർക്ക് പോയോ? ഓക്കെ, ബോറടിച്ചു, എല്ലാവരും പോയി. ജോയിൻ ക്ലാസ്സിൽ വന്നപ്പോ ഐ തിങ്ക് ഒരു 55 അറൌണ്ട് 55 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഇപ്പോ ഐ തിങ്ക് 30. ബാക്കി എല്ലാവരും രക്ഷപ്പെട്ടു പോയി. നോ എന്നുള്ളത് ഒന്നും കൂടെ പറയോ? നോ എന്നുള്ള എങ്ങനെയാ പറയാ? NOW നൗ ഇല്ലേ? ആ നൗ അല്ലാട്ടാ. എങ്ങനെ പറയാ? സോ വരുമ്പോഴോ? സോ മാം എസ് എന്നുള്ള വാക്ക് എന്നാണ്. അപ്പൊ നെക്സ്റ്റ് വരുന്ന ഈ തിരിച്ചിട്ടിട്ട് മ്യൂ, അതിന് അങ്ങനെയല്ലേ മാം? അതെങ്ങനെയാ പറയണ? അത് വവ്വലില് വരണ അതിന്റെ പ്രൊണൗൺസിയേഷൻ? ഏത് വാക്കായിരുന്നു പറഞ്ഞത്? വേർഡ് ഏതായിരുന്നു? സോ ആണോ? സോ. ഇപ്പൊ സോല് ഈ മ്യൂ എന്നുള്ളതിന് ആ വവ്വലില് നമ്മള് മലയാളത്തിൽ മാം എഴുതി വെച്ചിട്ടില്ലേ? ഒന്നാണ് ആ ഊ എന്നല്ലേ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു? അത് ഡിഫ്തോങ് ആണ്, ഒരുമിച്ചുള്ളതാണ്. ഇപ്പൊ സൂ അല്ലേ മാം നെക്സ്റ്റ് വർക്ക്? സൂ അത് കാണുമ്പോ വേഗം മനസ്സിലാവുന്നുണ്ട്. എന്നാണ്. യു എന്നിട്ട് 2 കുത്തുള്ള ഊ എന്നല്ലേ നമ്മൾ എഴുതി വെച്ച ഫോണറ്റിക്സിൽ? അല്ല, യു ഊ. അങ്ങനെ വായിക്കാം. സൂ ആണ്, സൂ അല്ല, സൂ. Then shoe ആണ്, കണ്ടോ? shoe വരും. Visual. Okay, visual. Dry ആണത്, visual. And a hat, not a hat. Man. Okay, man. Now. Okay, now. Sing. Leg. Leg എന്തിനാ? Leg. Rat. Yeah, rat. And yes. Vet ആണ്. Very strong ആണ്. Yeah, vet. Water എന്ന് പറഞ്ഞു നിങ്ങൾ? Water എന്നാ പറയാ? Water. Give me some water. Water അല്ല, not water. Okay. വവ്വാലിന്റെ വോ അല്ല മാം വരിക, വവ്വാലിന് വാട്ടർ. ബോയാണ് വരും. ബോയല്ല, ലിപ്പ് റൗണ്ട് ആയിട്ട് ലിപ്പ് water. Happy, sit, chan, cat, feather, goat ആണ് the goat. And so, put, actual, chew, cup, bird, about, say, glove, 5, now, boy, here, dog. ഞാൻ ടെക്സ്റ്റ് ചെയ്യുന്ന ഒരു വേർഡ് പ്രൊനൗൺസ് ചെയ്തില്ല അവര്. നിങ്ങൾ ഞാൻ ഡാ പറയല്ലേ നിങ്ങള്? നാക്ക് വടക്കേ വേണ്ട. ഞാനിങ്ങനെ കാണിച്ചിരിപ്പാ. ഓക്കെ, ജായ് ആണ്. ജായ്. ഇനി ഇത് വായിച്ചേ, ഇത് വായിക്കൂ. ടുഡേ
today. Okay, today, not today. 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 ഞാൻ പറയുന്നെങ്കിലേ നിങ്ങൾ പറയുന്നില്ല. Today. കോപ്പി ചെയ്യൂ, കോപ്പി പേസ്റ്റ്. Today. 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 ഞാൻ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പ്രാക്ടീസ് ചെയ്യാത്തെ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. പോയാൽ പിന്നെ ഒരു ആരും വിടില്ല. എന്താണ് ടുഡേ ആണോ? എനിക്കറിയാം, എനിക്ക് പറയണം എന്താണ് ടുഡേ ഓർ ടുഡേ? Which one is correct? Today. 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 ഇത് പറഞ്ഞിട്ട് പോയാ മതി നിങ്ങള്. പറയോ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് പഠിക്കൂ. Today. Today. അയ്യോ ഞാനിപ്പോ അങ്ങനെ വന്ന് പറഞ്ഞു തന്നാലായിരുന്നു. ഇത് ഓഫ്ലൈൻ ആയി, ഇത് ഓൺലൈൻ ആയി പോയി, ഒന്നും ചെയ്യാൻ പറ്റില്ല. ജായാണ് കാണിക്കാനും പറ്റില്ല. Today. അല്ല നീ വാടാ എന്ന് പറയുന്ന ആ ഡായല്ല. അയ്യോ മലയാളം അറിയാത്തവർ പറയുന്ന ഒരു ഡായില്ലേ, ആ ഡായാണ്. ഇത് ഗൂഗിളിൽ പോയി നിങ്ങള് സെർച്ച് ചെയ്തിട്ട് പ്രൊണൗൺസിയേഷൻ കറക്റ്റ് കേൾക്ക്. ഒന്ന് കേട്ടെ നിങ്ങളിപ്പോ അല്ല അല്ല ഇപ്പൊ നിങ്ങള് ഫോൺ എൻഗേജ് ആണല്ലേ? ഫോണിൽ കേൾക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? Today. ഹെയർ ഡൈ അല്ല, ആ ഡൈ വേറെ, ഈ ഡൈ വേറെ. അല്ല ഡേ ഡൈ ഐ ആണ്. ഐ ഓക്കെ. Today. ആണോ മിസ്സേ? Today. ദായും ചേർത്താണോ പറഞ്ഞത്? നിങ്ങളൊന്ന് എല്ലായിടത്തും പ്രാക്ടീസ് ചെയ്തിരുന്നു, പറഞ്ഞേ. ഓക്കെ. അപ്പൊ ഇനി വേണ്ട വിട്. നിങ്ങളിത് നോക്കണോട്ടോ, ഞാൻ പറയുന്നതൊക്കെ നോക്കണോട്ടോ. ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, കറക്റ്റ് ആയിട്ട് പ്രൊണൗൺസിയേഷൻ പഠിക്കാം. ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതാണ് ഫോണറ്റിക്സ്. എങ്ങനെയുണ്ട് ഫോണറ്റിക്സ്? എങ്ങനെയുണ്ട്? ആദ്യമായിട്ട് കേട്ടവരും ഇതിന് മുന്നേ കേട്ടവരും പഠിച്ചവരും എല്ലാവരും ക്ലാസ്സിലുണ്ട്. സൂപ്പർ. എങ്ങനെയുണ്ട്? സൂപ്പർ. ഞാൻ പറഞ്ഞത് സൂപ്പറാണ്, നിങ്ങളെ പറഞ്ഞ് ഞാൻ കേട്ടും കൂടിയില്ല. ഓക്കെ. കുറച്ച് കഷ്ടപ്പാടാണ്. അങ്ങനെ പറയണം മാം. നാവ് വഴങ്ങണ്ടേ, നാവിന് പ്രാക്ടീസ് ചെയ്യണം. ആക്ച്വൽ എന്നുള്ളത് എങ്ങനെയാ മിസ്? നിങ്ങൾക്ക് ഇങ്ങനെ ഡൗട്ട് വരുന്നില്ലേ? ഗൂഗിളിനോട് ചോദിക്കൂ, ഗൂഗിള് പറഞ്ഞു തരും. നിങ്ങൾ പറയുന്ന പോലെ തന്നെ പറയണം. ഓക്കെ. ക്ലിയർ? എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. കറക്റ്റ് പ്രൊണൗൺസിയേഷൻ പഠിക്കാട്ടോ. എല്ലാവരും ഓരോ വേർഡിനെയും പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആയിട്ട് പഠിക്കാം. നമ്മൾ ചുറ്റും കാണുന്ന എല്ലാ വേർഡും നമ്മൾ പറയുന്ന പോലെ അല്ല. അതാദ്യം മനസ്സിലാക്കൂട്ടോ.
തെറ്റാണ്. ഇപ്പൊ ഹോട്ടൽ എന്ന് പറയുമ്പോൾ ഹോട്ടൽ അല്ല, ഹോട്ടലാണ്. ഹോട്ടൽ ആണ് ഹോട്ടൽ. ഓക്കെ, ഹോട്ടൽ. വ്യത്യാസമുണ്ട് പലതും. നമ്മൾ ചുറ്റി കാണുന്ന പലതും പ്രൊണൗൺസിയേഷൻ വ്യത്യാസമുണ്ട്. ഓക്കെ, ഓഡിക്കാർ ഇട്ടുണ്ട്. ഓഡിക്കാർ, ഓടിയാണോ ശരിക്കും? അത് ആണോ? വ്യത്യാസമുണ്ട്. അതിലെ ഹൂണ്ടായി, ഹൂണ്ടായാണോ? ഹൂണ്ടായാണോ? ഇല്ല. ഓക്കെ, അങ്ങനെ എല്ലാം കേട്ടോ. നമ്മൾ ചുറ്റും കാണുന്ന എല്ലാം പല പല രീതിയിലാണ് പ്രൊണൗൺസ് ചെയ്യുക. അതെല്ലാം പഠിക്കുക. ഓരോ ദിവസവും നമ്മൾ പഠിക്കുക. ഓക്കെ, അറിവുകൾ എപ്പോഴും നല്ലതാണ്. പഠിത്തം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഓക്കെ, അങ്ങനെയാണ്. ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ പഠിപ്പിക്കുന്നതിലൂടെ ഞാനും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ കൊടുത്തിട്ടെടുത്തത്. ഫോണിക്സ് പണ്ടെങ്ങോ പഠിച്ചതാണ്. മനസ്സിലായോ? എല്ലാവരും പഠിപ്പിക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പൊ എന്താ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പഠിച്ചു. സോ അതുപോലെ നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് എന്തായാലും നമുക്ക് വേണ്ടി നമ്മൾ പഠിക്കില്ലല്ലോ, അത് ഷുവറാണല്ലോ അല്ലേ? അങ്ങനെയാണ് നിങ്ങൾ ഇപ്പൊ എവിടേക്കോ എത്തിയാനെ നിങ്ങൾക്ക് വേണ്ടി പഠിച്ചിരുന്നെങ്കിൽ. ശരിയല്ലേ? അല്ല. ഇനിയെങ്കിലും ഇനി നിങ്ങൾക്ക് വേണ്ടി പഠിക്കണ്ട. നിങ്ങള് നിങ്ങളുടെ പഠിപ്പിക്കാൻ പോകുന്ന മക്കൾക്ക് വേണ്ടി പഠിക്കും. ടീച്ചേഴ്സ് അല്ലേ? ഇതിൽ എത്ര പേര് ടീച്ചേഴ്സ് ജോലി കിട്ടിയോ? കുറച്ച് കിട്ടിയോ? എങ്ങനെയാണ്? ട്രൈ ചെയ്യുന്നുണ്ടോ? പറയൂ. കുറച്ച് പേർക്കൊക്കെ കിട്ടിയേക്കണു മിസ്സേ, അവരൊക്കെ പോയി തുടങ്ങിയേക്കണു. അപ്പോ പിന്നെന്താണ്? ഇനിയെന്താ വിശേഷങ്ങളൊന്ന് പറഞ്ഞേ? കുറെ നാളെ കണ്ടിട്ട്. എനിക്ക് എടുത്തോ പെട്ടെന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യേണ്ടി വന്നു. ഒന്നും അധികം സംസാരിക്കാൻ പോലും സമയം കിട്ടിയില്ല. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പറയൂ. നേരിട്ട് കാണുമ്പോ പറയാന്ന് വെച്ചാലും അതിനൊന്നും സമയം ഉണ്ടാവില്ല കേട്ടോ. എല്ലാം ഹറിബറിയായിരിക്കും. പിന്നെന്താണ്? ഇംഗ്ലീഷ് ഓക്കെ ആണ്. നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചോണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? ഉണ്ടായോ എന്തെങ്കിലും? ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയും. ഓപ്പൺ ആയിട്ട് തന്നെ പറയും. ആരും വേണ്ടി നല്ല നല്ല സ്റ്റുഡൻസ് ആണ് നിങ്ങൾ. മാറ്റം ഉണ്ടായി മാം. നമുക്ക് ടെൻസസ് എല്ലാം നല്ലപോലെ മനസ്സിലായിട്ടുണ്ട്. മുമ്പ് ഞാനിപ്പോ PG കഴിഞ്ഞ ഒരാളാ. പക്ഷെ എന്നാൽ പോലും നമുക്ക് ഇംഗ്ലീഷിന്റെ കാര്യം എന്ന് പറയുമ്പോൾ കുറച്ച് ടെൻഷനുള്ള കാര്യമായി. അത് പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. അപ്പൊ നമുക്ക് ഈ ടെൻസസും കാര്യങ്ങളും നോക്കിയിട്ടും അല്ല നമ്മൾ ശരിക്ക് മാനേജ് ചെയ്യുന്നതെല്ലാം. ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതെല്ലാം മനസ്സിലാവാൻ തുടങ്ങി. എവിടെ എന്ത് ഉപയോഗിക്കണം, എന്ത് വന്നു കഴിഞ്ഞാൽ അത് ഏത് ടെൻസാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏകദേശം മനസ്സിലായി. അപ്പൊ അതന്നെ വലിയൊരു കാര്യം. ഇംഗ്ലീഷ് ക്ലാസ് കൊണ്ട് അതൊരു നല്ലൊരു ഗുണമാണ്. മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പൊ അല്ലെ? മിസ്റ്റേക്ക് ഒരു സെന്റൻസ് കണ്ടാലും അല്ലെങ്കിൽ ഒരു സെന്റൻസ് നമ്മൾ മിസ്റ്റേക്ക് ആണോ ഇല്ലെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കിയാലോ മോണ്ടിസോറിക്ക് ചേരുന്ന ടൈം ഫസ്റ്റ് ഇംഗ്ലീഷ് ക്ലാസ് എന്ന് ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഫസ്റ്റ് ഇംഗ്ലീഷ് ക്ലാസ്? ഒന്നും ഉണ്ടായിരുന്നില്ല. പറഞ്ഞ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് പഠനം എന്നുള്ള ഒരു ഇതിലേക്ക് തിരിച്ചു വന്നത്. അപ്പൊ ഫസ്റ്റ് ഇംഗ്ലീഷ് ക്ലാസ്സിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു സംഭവത്തിലാണ് നമ്മൾ നിന്നത്. ബ്ലാങ്ക് ആയിരുന്നു. പക്ഷെ ഇപ്പം ഒരുപാട് ഉണ്ടെന്നൊന്നുമല്ല, എന്നാലും എന്തൊക്കെയോ എവിടേക്കോ തട്ടിയിട്ടുണ്ട്. ഇനി അതൊന്ന് പൊടി തട്ടി നന്നായി എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അത് മുന്നോട്ട് ശരിക്കും നന്നാക്കി എടുക്കണം, നമുക്കത് പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട് ഇപ്പം. നമുക്കിപ്പോ നമ്മളിതെല്ലാം കേൾക്കുമ്പം ഇപ്പൊ വെർബ് അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒന്നും അറിയില്ലാത്തൊരവസ്ഥയായിരുന്നു. അതിൽ നിന്നും കേട്ടിട്ടുണ്ടല്ലോ, നമുക്കിതൊക്കെ പരിചിതമാണല്ലോ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഇപ്പൊ എത്തിയിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ആദ്യം ഇപ്പൊ നിങ്ങൾ ബേസിക് ലെവലെല്ലാം പഠിച്ചു. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇന്റർമീഡിയറ്റ് ലെവലിലേക്ക് എത്താൻ എളുപ്പമാണ്. കാരണം നിങ്ങൾ വിചാരിച്ചാൽ പറ്റും. ഒരുപാട് വീഡിയോസ് കാണാം, നോട്ട്സ് നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾക്ക് ഏകദേശം ഐഡിയ നിങ്ങളുടെ ഉള്ളിലുണ്ട് എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാം. മറ്റത് അങ്ങനെ ആയിരുന്നില്ല. ഒരു ഫുൾ ബ്ലാങ്ക് ആയിട്ട് ക്ലാസ് കാണുന്നത്. എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കും, എവിടെ നിന്ന് തുടങ്ങും, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, എന്താണ് ഒന്നും അറിയാത്തൊരവസ്ഥയിലാണ് നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്തത് അല്ലെ? ഇംഗ്ലീഷ് ക്ലാസ് എന്ന് പറഞ്ഞപ്പോ പിന്നെ പേടിയാണല്ലോ. സ്വാഭാവികമായിട്ട് ഇംഗ്ലീഷ് എന്ന് കേൾക്കുമ്പോൾ പേടിയാണ്. ടീച്ചറിന് എങ്ങനത്തെ ടീച്ചർ ആയിരിക്കും എന്നൊക്കെ ആയിരിക്കുള്ളൂ എല്ലാവർക്കും ടെൻഷൻ അല്ലെ? അതെല്ലാം മാറി കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ തന്നെ സ്വയം ഇംപ്രൂവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഒരിക്കലും ഇംഗ്ലീഷ് പഠിത്തം ഡ്രോപ്പ് ചെയ്യരുത്. ഓക്കെ, ഇനി സംസാരിക്കാൻ കൂടെ ഒന്നും കൂടെ പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് മിസ്. ഇംഗ്ലീഷ് പഠിച്ച് നമ്മൾ നല്ല രീതിയിൽ ടോക്ക് ചെയ്യാൻ, എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ.
നമ്മൾ ഈ നാണക്കേടൊക്കെ വിചാരിച്ചാൽ നടക്കില്ല. നാണക്കേടൊക്കെ അവിടെ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടല്ലോ, നിങ്ങൾ എല്ലാം കൂടെ ഒന്ന് സംസാരിച്ചേ, കളിയാക്കിയേ, എന്തെങ്കിലും ചെയ്യട്ടെ, ഇംഗ്ലീഷ് പഠിക്കണം, ആ ഒരു ചിന്ത മാത്രം മതി. നിങ്ങൾ ചുറ്റിലും കാണുന്ന കാര്യങ്ങൾ ഒക്കെ സംസാരിക്കാം. ഇപ്പൊ ഒരു അവസാനം നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കോ? ഇപ്പൊ ഒരു ചാൻസ് തരാണെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കോ? അത്ര ലെവലിക്കൊന്നും എത്തിയിട്ടില്ല മിസ്സേ. അറിയാം, എന്തൊക്കെ അറിയാം. ഗ്രൂപ്പിൽ അങ്ങനെ ഞങ്ങൾ ഇടക്കൊക്കെ ഞങ്ങൾ സംസാരിച്ചിരുന്നു. ഓരോ കാര്യങ്ങൾ ഞങ്ങൾ ഇംഗ്ലീഷിൽ പറയാൻ ശ്രമിച്ചിരുന്നു തുടക്കത്തിലൊക്കെ കേട്ടോ. ഇപ്പോഴൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ കളിയാക്കലൊന്നുമില്ല, ഞങ്ങൾക്ക് ആർക്കൊന്നും അറിയാത്തതുകൊണ്ട് കളിയാക്കല. പക്ഷെ ഇപ്പൊ ഇങ്ങനെ എല്ലാരും മുന്നിൽ പറയാം, എന്തൊക്കെയോ കുറച്ചൊക്കെ അറിയാം, എവിടേക്ക് എന്തൊക്കെയോ കണക്ട് ചെയ്യേണ്ടത് അറിയില്ല. അതാ പക്ഷെ കിട്ടുന്നേ, പ്രാക്ടീസ് ചെയ്താൽ കിട്ടും കേട്ടോ, കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു അനുഭവം എന്ന് പറഞ്ഞാലേ, നമ്മളിവിടെ വെർബിനെ കുറിച്ച് പഠിച്ച് ആ ആക്ഷൻ വെർബ് ഒക്കെ പറഞ്ഞ് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോ എന്റെ ഇളയിച്ചിന്റെ അപ്പുറത്തെ എളാപ്പാന്റെ മരുമകളായിട്ട് അവളുണ്ട്, എനിക്ക് വിളിക്കണം, എന്താ താത്ത ഈ ആക്ഷൻ വെർബ് പറഞ്ഞാല് ചോദിച്ചിട്ട്. അപ്പൊ അത് വരെ കഴിഞ്ഞ് അതിന്റെ മുന്നത്തെ ക്ലാസ്സിലെങ്ങാണ്ട് പറഞ്ഞ ആക്ഷൻ വെർബ് ഒക്കെ കേട്ടോ. അതുവരെ എനിക്കും അറിയില്ലായിരുന്നു അതെന്താന്ന്. പക്ഷെ അവൾ എന്റെ അടുത്ത് വിളിച്ച് ചോദിച്ചപ്പോ എനിക്ക് പറഞ്ഞു കൊടുത്തപ്പോഴേ, അത് കുട്ടി പറയണത് വാക്കിംഗ് ആണ് മെച്ചി എന്നാണ്. അതെന്താണ്, അതന്നെയാണോ കറക്റ്റ്? അതെ, നമ്മള് സിംഗിങ്, വാക്കിംഗ് ഇതൊക്കെ തന്നെയാണ് ആക്ഷൻ വെർബ്. അപ്പൊ പറഞ്ഞു കൊടുത്തപ്പത്തിന് എനിക്കൊരു സമാധാനം. ഓ, ഞാൻ കോലം കെട്ടില്ലല്ലോ. അല്ലെങ്കിൽ അവളത് ചോദിച്ചിട്ട് അതൊക്കെ അറിയില്ല പറഞ്ഞപ്പത്തിന് എന്തിനാ താത്ത പഠിക്കണെന്നല്ലേ ചോദിക്കുക. അപ്പൊ കഴിഞ്ഞ ആഴ്ച അത് മിസ് പറഞ്ഞതുകൊണ്ട് പിറ്റത്തെ ആഴ്ച അവള് ചോദിച്ചപ്പത്തിന് എനിക്ക് പറയാൻ പറ്റി. അതല്ലെങ്കിൽ അവൾ എന്താ ആക്ഷൻ വെർബ് ചോദിച്ചാൽ ഞാനും തലവളിച്ചിരിക്കേണ്ടി വന്നിരുന്നു. അപ്പൊ അതൊക്കെയാണ് ഈ ഒരു ഇംഗ്ലീഷ് ക്ലാസ്സോട്ട് ഉണ്ടായ ഒരു ഗുണം. എന്തേലും ചോദിച്ചാൽ ഇപ്പൊ പറഞ്ഞു കൊടുക്കാം. ചോദിച്ചു, റിഷാദ് പറഞ്ഞു കൊടുത്തു. ഇപ്പോഴും അത് ഓർക്കുന്നില്ലേ? മറന്നിട്ടില്ലല്ലോ? ഓർക്കുന്നുണ്ട്, മറക്കൂല. അങ്ങനെയൊക്കെ എന്തേലും ഒരു സാഹചര്യം വരുമ്പോ എനിക്കത് അങ്ങനെ മെമ്മറി. അതുപോലെ അന്ന് ഞങ്ങൾ ക്ലാസ് എടുത്തത് ഞങ്ങൾ മറക്കൂല. വേറെ ഏതൊക്കെ മറന്നാലും ഞങ്ങൾ ക്ലാസ് എടുത്ത ആ ഭാഗം മറക്കൂല. അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ പഠിപ്പിക്കാം. ഓക്കെ, ആരെയാണെങ്കിലും ഫ്രീ ആയിട്ടാണെങ്കിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കും. ഓക്കെ, അടുത്തായാലും കുട്ടികളുണ്ടെങ്കിലോ എല്ലാവരെയും ഒന്ന് പഠിപ്പിക്കാൻ നോക്കും. അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നേ, അങ്ങനെ പഠിക്കാൻ പറ്റൂ, അങ്ങനെ നിങ്ങൾ പഠിക്കൂ. ഇനി നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തില്ല, അങ്ങനെ ആയിപ്പോയി. ഓക്കെ, എല്ലാവരും അങ്ങനെയാണ്. അപ്പൊ ഞാനും അങ്ങനെയൊക്കെ തന്നെ. ഞാൻ ഈ ക്ലാസ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയി ഞാൻ പിന്നെ ഒന്നുമില്ല, നമ്മൾ പഠിക്കുന്ന അങ്ങനത്തെ ചിന്തയേ ഇല്ല. പിന്നെ മക്കളായി അങ്ങനെ കാര്യങ്ങൾ അങ്ങനെ പോകും. അപ്പോ പഠിപ്പിക്കാൻ ഒരു സമയം കിട്ടാണ്, ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അത് മിസ് ചെയ്യും കേട്ടോ. ആരും തന്നെ മിസ് ചെയ്യും കേട്ടോ. ഇംഗ്ലീഷ് അറിയില്ല എന്നൊരു കാരണം കൊണ്ട് ആരും പഠിപ്പിക്കാതിരിക്കരുത്. ആരെങ്കിലും ആർക്കും ഇംഗ്ലീഷ് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചാൽ ഓക്കെ, ഞാൻ പറഞ്ഞു തരാം എന്ന് ധൈര്യത്തോടു കൂടി ഏറ്റെടുക്കാം. ഓക്കെ, പഠിപ്പിക്കാൻ നിങ്ങൾക്കൊക്കെ പറ്റും. കുറെ കാര്യങ്ങളൊക്കെ അറിയാം. ഓക്കെ, ഓക്കെ അല്ലേ? ക്ലിയർ ആണ്? തെറ്റാണ്. ഓക്കെ, പിന്നെന്താണ്? ഇനി എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും? എല്ലാവരും മിസ് ചെയ്യുന്നുണ്ടോ ക്ലാസ്? മിസ് ചെയ്യുന്നുണ്ട്. ഇന്നലെ ഒരു MD6 ബാച്ച് ഇന്നലെ ലാസ്റ്റ് ക്ലാസ് ആയിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. എല്ലാവർക്കും ഭയങ്കര വിഷമമായിട്ടാ പോയത്. ഭയങ്കര വിഷമല്ല, സൈനോട്ട് പോലും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, സങ്കടം കൊണ്ട്. അപ്പൊ അതേപോലെ ഒരു ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് സ്റ്റുഡൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും. ഞാൻ നിങ്ങളുടെ ക്ലാസ്സിൽ റിഷാനയായിട്ട് കോണ്ടാക്ട് ഉണ്ട് കേട്ടോ. റിഷാന, നിഷ അങ്ങനെ എന്നെ കോണ്ടാക്ട് ചെയ്തവരാണ്. ഓക്കെ, പിന്നെന്താ? പിന്നെ മിസ്സേ ഒരു കാര്യേ, അത് മിസ് ആദ്യം പറഞ്ഞ പോലെ ആരാണ് കംപ്ലൈന്റ് ചെയ്തതൊന്നും അറിയില്ല കേട്ടോ, എന്നാലും പറയാണ്. ഇപ്പൊ ആദ്യം ഈ പറഞ്ഞില്ലേ ഇംഗ്ലീഷ് നമ്മൾ ബ്ലാങ്ക് ആയിരുന്നു, പിന്നെ മിസ് വന്നപ്പോ ആദ്യം പറഞ്ഞതൊന്നും ശരിക്കും പറഞ്ഞാൽ ഒന്നാമത് നമ്മൾ കുറെ ഗ്യാപ്പ് ഇട്ടിട്ട് പഠിക്കുന്നതിന്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മനസ്സിലാവുണ്ടായില്ല. അതായിരിക്കും കംപ്ലൈന്റിന്റെ ഒരു കാരണം തോന്നുന്നു. എനിക്കറിയില്ല ആരാണ് പറഞ്ഞതെന്നൊന്നും. പിന്നെ എന്താണ്, അപ്പൊ അത് അങ്ങനെയൊന്നും മനസ്സിലൊന്നും തോന്നണ്ട കേട്ടോ മിസ്സിന്. ഇനിയിപ്പോ നമ്മുടെ ഈ ഒരു ബാച്ച് മൊത്തത്തിലെടുത്തിട്ടാണ് പറയണത്. ഇപ്പൊ എല്ലാവർക്കും ആ ഒരു എക്സാം ടൈം ഒക്കെ ആയപ്പോഴേക്കും എല്ലാരും അതിൽ നിന്നൊക്കെ വിട്ടു പോകുന്നു. ഭയങ്കരമായിട്ടും എല്ലാവർക്കും മനസ്സിലാവുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയാണെങ്കിലും കുറച്ച് പേര് കൂടി പോയി റിഷാനയൊക്കെ കൂടിയിട്ട് ഒരു ഗ്രൂപ്പൊക്കെ, വേറെ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എക്സാമിന്റെ സ്റ്റഡി ഗ്രൂപ്പായിട്ട്. അതൊക്കെ നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഭയങ്കരമായിട്ടും എഫക്റ്റ് ആയതാണ്. എക്സാം ടൈമിൽ ഏറ്റവും കൂടുതൽ എനിക്കൊക്കെ ഭയങ്കര ഇതായിട്ട് നമുക്ക് ഭയങ്കര ഉപകാരപ്പെട്ട ഒരു ഗ്രൂപ്പും. അപ്പൊ അതിൽ ഇവര് ശരിക്കും പറഞ്ഞു തരുന്നുണ്ടായിരുന്നു ഓരോ ക്ലാസ്സിനെ കുറിച്ചും ഓരോ പോർഷനും ഒക്കെ എടുത്തിട്ടേ. അപ്പൊ അതൊക്കെ അവർക്കും അങ്ങനെ അത്രയും ചെയ്യാൻ പറ്റി
പറ്റിയതും ഇങ്ങനെ ക്ലാസ്സുകൾ എടുത്തും ക്ലാസ് കണ്ടും ഒക്കെയല്ലേ. അപ്പം അതും വലിയൊരു ഗുണമാണ്. അങ്ങനെ ഒരുപാട് ഗുണപ്പെട്ട ക്ലാസ്സുകൾ തന്നെയാണ്. പിന്നെ ആദ്യത്തെ ആ ഒരു സമയത്തൊക്കെ എല്ലാവർക്കും ഭയങ്കര ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നായിരിക്കും. അതിന്റെ ഒരു പ്രശ്നങ്ങൾ എല്ലാവരുടെയും പഠിത്തത്തിലും ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയായിരിക്കും പിന്നെ ഈ ഓൺലൈൻ ക്ലാസ്, എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ ഈ ബാച്ചിൽ തന്നെ എല്ലാവരും ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്തതായിരിക്കും. ഇതുവരെ അങ്ങനെ ഒരു ഓൺലൈൻ ക്ലാസ് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല, ചെയ്തിട്ടുണ്ടാവില്ല. അതിൻ്റെതായ പരിമിതികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെയും ആദ്യത്തെ ആ ഒരു കുറെ ക്ലാസ്സുകളിൽ നിഴലിച്ചു നിന്നൊരു കാര്യമാണ്. പിന്നീടായപ്പോ എല്ലാവരും ഇതുമായിട്ട് ഭയങ്കര ഡൈജസ്റ്റ് ആയി. പിന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. പിന്നെ ടീച്ചറിന്റെ ക്ലാസ്സും എല്ലാവർക്കും പിന്നീടായപ്പോ ഇഷ്ടമായിരുന്നു. അതിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഗ്രൂപ്പിൽ പറയുകയും ഒക്കെ ചെയ്യണ്ടായിരുന്നു. പിന്നെ എക്സാം വന്നപ്പോഴാണേലും മോഡൽ എക്സാമിന് നമുക്ക് എല്ലാവർക്കും ശരിക്കും ശ്വാസം നേരെ വീണതാണ്. ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു എന്നാലും. പിന്നെ മെയിൻ എക്സാം ആയപ്പോ എല്ലാവർക്കും ഭയങ്കര ആശ്വാസമായി. എല്ലാവർക്കും എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ കേൾക്കുമ്പം നമുക്കും എല്ലാവർക്കും സന്തോഷമാണ്. പിന്നെ ഇപ്പൊ ഇനിയൊരു ക്ലാസ് ഉണ്ടാവും തോന്നില്ല, മിസ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട്. ഈ ഒരു വർഷം ഭയങ്കര ഇതായിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. മെയിൻ എക്സാം എളുപ്പമായി എന്ന് പറഞ്ഞില്ലേ? മിസ് നമ്മളെ ആ മോഡലിന്റെ മുന്നേ നമുക്ക് കുറെ ഹിന്റ്സ് തന്നിരുന്നു. കുറെ ലാസ്റ്റ് ഒരു റിവിഷൻ പോലെ തന്നിരുന്നില്ലേ? മാക്സിമം അതിൽ തന്നെ മിസ് ക്വസ്റ്റ്യൻ ഇടാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് എക്സാം ഇത്രയും എളുപ്പമായത്. ലാസ്റ്റ് നമ്മുടെ മിസ്സിന്റെ ക്ലാസ്സിൽ കുറെ പറഞ്ഞു. ഞാൻ അത് മാത്രം നോക്കിയിട്ടുണ്ടായിരുന്നു മിസ് പറഞ്ഞിരുന്നത്. പക്ഷെ അതിന്നാണ് അധികം ക്വസ്റ്റ്യൻസ് വന്നത്. മിസ്സിനെ ആദ്യം കുറ്റം പറഞ്ഞവരൊക്കെ ലാസ്റ്റ് ആയപ്പോഴത്തേന് മിസ്സിനാലെ തന്നെ മാർക്ക് വാങ്ങാൻ പറ്റിയവരാണ്. അത് മിസ് വ്യക്തിപരമായിട്ട് അങ്ങനെയല്ല മിസ്സിനെ കംപ്ലൈന്റ് ചെയ്തത്. അതെന്താന്ന്, എല്ലാരും ഇംഗ്ലീഷ് പഠിക്കാൻ ഞങ്ങൾ ബുധനാഴ്ച ഞങ്ങൾ വേറെ എന്ത് തിരക്കാണെങ്കിലും ബുധനാഴ്ച ഞങ്ങൾ എല്ലാവരും ലൈവ് ക്ലാസ്സിൽ ഇരിക്കും. കാരണം എന്താന്ന്, ഇംഗ്ലീഷാണ്. ബുധനാഴ്ച എന്ത് വരികയാണെങ്കിലും അന്ന് പറ്റൂല്ലോ, അന്ന് ഇംഗ്ലീഷാണ് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിരുന്നു. കാരണം എന്തെങ്കിലും അത്രയും ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ളതുകൊണ്ടാണ്. അപ്പൊ വരുമ്പോ ഞങ്ങൾക്ക് വിചാരിച്ച പോലെ അങ്ങോട്ട് കിട്ടണില്ല എന്ന് കാണുമ്പോൾ ഇനി ഒരു വർഷം മിസ് എടുക്കുമ്പോൾ അത് മനസ്സിലാവില്ല, ഇത് ഇങ്ങനെ തന്നെയാവും. ആ ഒരു ആശങ്ക കൊണ്ടാണ് കംപ്ലൈന്റ് ചെയ്തത്. അല്ലാതെ മിസ്സിനോട് വ്യക്തിപരമായിട്ട് ആർക്കും ഒരു ദേഷ്യമില്ല. ഞാൻ ആരും ഒന്നും പറഞ്ഞില്ല, എനിക്കറിയാം. കാരണം ഇംഗ്ലീഷിന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ ഒന്നും അറിയാണ്ട് വരുന്നതാണ്. ഒന്നും അറിയാണ്ട് വരുമ്പോ ഫസ്റ്റ് ക്ലാസ് കേൾക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. കാരണം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നമ്മൾ പോകുന്തോറും ആണ് നമ്മൾ മനസ്സിലാക്കി വരാം. കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് ടൈം കേൾക്കുന്നതിന്റെ ബുദ്ധിമുട്ട് അത് എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് എനിക്കും ഉണ്ടായിരുന്നു. അത് വെയിറ്റ് ചെയ്യണം, നമ്മൾ കുറച്ചെങ്കിലും വെയിറ്റ് ചെയ്യണം. അങ്ങനെ വെയിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തും പഠിക്കാൻ പറ്റൂ കേട്ടോ. അത് ഇനി കംപ്ലൈന്റ് പറഞ്ഞ് എനിക്കൊരു വിഷമമൊന്നുമില്ല കേട്ടോ. കാരണം എനിക്ക് നിങ്ങൾ മനസ്സിലാവുന്നുണ്ട്. കാരണം ഞാൻ വന്ന സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷിനെ പേടിച്ചും ഒക്കെയാണ് നിങ്ങളും വരുന്നത്. അപ്പോ എത്രയോ സിമ്പിൾ ആയിട്ട് എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാം, പറഞ്ഞു കൊടുക്കാം എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അത് ഞാനും പഠിച്ചത് അങ്ങനെയൊക്കെ തന്നെയാണ്. എനിക്കും ഇംഗ്ലീഷ് ഭയങ്കര പേടിയായിരുന്നു. ഇംഗ്ലീഷാണ് സബ്ജക്റ്റ് എങ്കിലും ഇംഗ്ലീഷിനോട് ഭയങ്കര പേടിയായിരുന്നു. ഓക്കെ, അപ്പൊ അതൊക്കെ മാറ്റിയത് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പൊ നിങ്ങൾക്കും ഇംഗ്ലീഷിനോടുള്ള പേടി മാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സോ എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല. ഇനി എല്ലാവരും ടീച്ചേഴ്സ് ആകാൻ പോകുന്നവരാണ്. കുറച്ചുപേരൊക്കെ ടീച്ചേഴ്സ് ആണ്. പക്ഷെ ഒരു കാര്യം പറയാന്ന് വെച്ചാല്, നന്നായിട്ട് ക്ലാസ് എടുക്കുക. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഇന്ററാക്ട് ചെയ്ത് ബോറടിക്കാതെ ചില്ലാതെ ക്ലാസ് കൊണ്ടുപോകാം കേട്ടോ എല്ലാവരും. ഓക്കെ, നമ്മള് ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാണെന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാനുള്ളത് ഓരോ ഉത്തരമായിരിക്കും. കാരണം ഇഷ്ടപ്പെട്ട ടീച്ചറും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റും ആ ടീച്ചർ എടുത്തായിരിക്കും. ശരിയല്ലേ? ഇഷ്ടപ്പെട്ട ടീച്ചർ എടുത്ത സബ്ജക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്താണത്? കാരണം എന്താണെന്നറിയോ? നമുക്ക് സബ്ജക്റ്റിനോടുള്ള ദേഷ്യമല്ല, ഇഷ്ടം തോന്നിയതല്ല. ടീച്ചർ എടുത്തത് എങ്ങനെയാണോ ആ സബ്ജക്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്നതിലാണ് കാര്യം. ഓക്കെ, അതാണ് കുറച്ചുകൂടെ നിങ്ങൾക്ക് ആ സബ്ജക്റ്റിനോടും ആ ടീച്ചറോട് ഇഷ്ടം തരാൻ തോന്നും. ഇതുപോലെ ആകാൻ നോക്കാം എല്ലാവരും, എല്ലാ ടീച്ചേഴ്സും. ഓക്കെ, ക്ലിയർ? അപ്പൊ കംപ്ലൈന്റ് പറഞ്ഞതിലൊന്നും എനിക്കൊരു വിഷമവും ഇല്ല കേട്ടോ. അതൊക്കെ എനിക്കത് നല്ലത്, എനിക്കൊരു ഉപകാരം ഉണ്ടായിട്ടുള്ളൂ. ഞാൻ കുറച്ചുകൂടി ബെറ്റർ ആകാൻ നോക്കി. എന്റെ പോരായ്മകളൊക്കെ പറയുമ്പോഴാണ് എനിക്കത് കറക്റ്റ് ചെയ്ത് നന്നായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റുക. അതിന് നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എനിക്ക് വന്ന എത്രത്തോളം കംപ്ലൈന്റ് വന്നെങ്കിലും അതെല്ലാം എനിക്ക് കുറെയൊക്കെ മാറ്റാൻ പറ്റി, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. അതുപോലെ നിങ്ങളും ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാം, ഒരു നല്ലൊരു ടീച്ചർ ആകാം. എനിക്കിതൊന്നും എനിക്ക് ക്ലാസ്സിൽ പറയാൻ പറ്റിയില്ല, അതൊരു അവസരം കിട്ടിയില്ല എനിക്ക്. ഓക്കെ, പോർഷൻ തീർക്കാൻ്റെ ടെൻഷനും എല്ലാം കൂടി ആയിരുന്നു എനിക്ക്. ഇപ്പൊ കൂളാണ്, എനിക്കൊന്നുമില്ല, എല്ലാം കഴിഞ്ഞു. കോൺടാക്ട്സ് എടുത്തു, എല്ലാം കഴിഞ്ഞു. എനിക്ക് ഒരുപാട് സ്റ്റുഡൻസിനെ പഠിപ്പിച്ച ഒരു സന്തോഷമുണ്ട്. അവർ ഇംഗ്ലീഷ് മനസ്സിലായി, എന്നെ കൊണ്ട് കുറെ കാര്യങ്ങളും ഇംഗ്ലീഷൊക്കെ മനസ്സിലായി എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഭയങ്കര സന്തോഷാട്ടോ.
കാരണം ഇംഗ്ലീഷ് അറിയാത്ത ഞാൻ ഇംഗ്ലീഷ് അറിയുന്നില്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെ സന്തോഷമുണ്ട് എനിക്ക്. മാക്സിമം എല്ലാവരും ഇംഗ്ലീഷ് ടച്ച് വിടരുത് കേട്ടോ. ഗ്രൂപ്പ് എപ്പോഴും ഈ ഗ്രൂപ്പ് ആക്റ്റീവ് ആയിട്ടിരിക്കുക, ലൈഫ് ലോങ് ആക്റ്റീവ് ആയിട്ടിരിക്കുക. ഒരുപാട് നോളജ് ഈ ഗ്രൂപ്പിലൂടെ കിട്ടട്ടെ എല്ലാവർക്കും. നന്നായിട്ട് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. തിയറീസ് ഒക്കെ ഓക്കെയാണ്, പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അഡ്വാൻസ് ലെവലിലേക്ക് വരാം. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒരു ബിഗിനേഴ്സ് ലെവലാണ്, ഇനി ഇന്റർമീഡിയറ്റിൽ വരണം, അതിനുശേഷം അഡ്വാൻസ് വരാം. അപ്പൊ എങ്ങനെയെങ്കിലും ഇന്റർമീഡിയറ്റിലേക്ക് എത്താൻ നോക്കാം. ഗ്രൂപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ നോക്കാം. ഓക്കെ, ക്ലിയർ ആണ്? ഓക്കെ അല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? സെറ്റ് അല്ലേ? ഒരുപാട് നാളെ ശേഷം കണ്ടു, സംസാരിച്ചു, ക്ലാസ് എടുത്തു. ഓക്കെ, സോ സന്തോഷം. ഓക്കെ മാം. അതുപോലെ സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് മിസ്സിന്. കാരണം ഞങ്ങൾ ന്യൂ ഇയർ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ക്ലാസ് മിസ്സിന്റെ ആയിരുന്നു, വിഷു കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ക്ലാസ് മിസ്സിന്റെ ആയിരുന്നു. ഞങ്ങൾക്ക് എന്താ അവിടെ ഇവിടെ ഒക്കെ പറയും, ഓഫ്ലൈൻ ആയിട്ട് ഓൺലൈൻ ആയിട്ട് പഠിക്കുന്നവർക്ക് ഓരോ പ്രോഗ്രാം വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആഘോഷങ്ങൾ വരുമ്പോൾ അത് നമ്മളെ ഗ്രൂപ്പിലും കൂടി ആഘോഷിക്കാനുള്ള ഒരു അവസരം കൊടുക്കുന്നു. ഓഫ്ലൈൻ ആയിട്ടൊക്കെ ഓണത്തിന്റെ സമയത്തും അതുപോലെ ടീച്ചേഴ്സ് ഡേക്കൊക്കെ അവർക്കൊക്കെ പരിപാടി ഉണ്ടാകും. ഓൺലൈനിലുണ്ട്, ചില ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിരുന്നു അവർക്ക് പരിപാടി ഉണ്ട്. അപ്പം നമ്മളൊരു ഗ്രൂപ്പിൽ നമ്മളൊരു ടീമിൽ ആർക്കും അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടില്ല. പക്ഷെ ഞങ്ങൾ ചോദിച്ചു വാങ്ങി. ന്യൂ ഇയറിന്റെ സമയമായിക്കോട്ടെ, വിഷുവിന്റെ സമയമായിക്കോട്ടെ, അപ്പോഴൊക്കെ ഫസ്റ്റ് ക്ലാസ് മിസ്സിന്റെ ആയിരുന്നു. ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് ഈ ഇംഗ്ലീഷ്, ഈ ടഫായിട്ടുള്ള ഇംഗ്ലീഷിന്റെ ക്ലാസ്സിൽ കൂടി ഞങ്ങൾക്ക് കുറച്ച് സമയം നല്ല സന്തോഷം, നല്ലൊരു എന്താ പറയാ എന്റർടൈൻമെന്റ് ആയിരുന്നു. കാരണം പാട്ട് പാടാനും കുറെ ആൾക്കാർ ആദ്യമൊക്കെ സൈലന്റ് ആയിരുന്നെങ്കിലും പിന്നെ സമയം തികയാതെ വന്ന് നമുക്ക് ഇതൊക്കെ മിസ്സിന്റെ ക്ലാസ്സിലായിരുന്നു കിട്ടിയിരുന്നത്. അപ്പൊ അതിനൊക്കെ സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. ഓക്കെ, അത് മാത്രമല്ല കുറച്ച് ടോപ്പിക്സ് ഒക്കെ തരണമെന്നുണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ എനിക്ക് സമയം കിട്ടിയില്ലാന്നേ. കുറെ സമയം നമ്മൾ പോയി. കാരണം നിങ്ങൾ എല്ലാവരും ഇംഗ്ലീഷ് ആയതുകൊണ്ട് കുറച്ച് ലിമിറ്റ്സ് ഉണ്ട്. കാരണം എല്ലാവർക്കും മനസ്സിലാകണം, സ്പീഡിൽ പോകാൻ പറ്റില്ല. എല്ലാവരും മനസ്സിലാക്കി വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയി പോയി. അല്ലെങ്കിൽ നമുക്ക് ടോപ്പിക് പ്രസന്റേഷൻ ആണെങ്കിൽ അതൊക്കെ ചെയ്യാമായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യായിരുന്നു. പക്ഷെ ടൈം കിട്ടിയില്ല, ഒന്നിനും ടൈം കിട്ടിയില്ല. ബാക്കി എല്ലാ ടീച്ചേഴ്സിനും 2 ക്ലാസ് ഒക്കെ വെച്ചുണ്ടാവും, ചില ടീച്ചേഴ്സിനൊക്കെ ഉണ്ട്. പക്ഷെ ഇംഗ്ലീഷ് ഒക്കെ 1 ക്ലാസ് അല്ലേ ഉള്ളൂ, നമുക്ക് തികയുന്നില്ല. മാം, ഈ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് അങ്ങനെ ഒരു ക്ലാസ് ഈ കോഴ്സ് ജോയിൻ ചെയ്യുമ്പോൾ തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇനി കിട്ടാൻ ചാൻസ് ഉണ്ടോ മാം? ഏത് കോഴ്സ് ആയിരുന്നു? കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്പോക്കൺ ഇംഗ്ലീഷ് പോലെ. അല്ല, ഈ കഴിഞ്ഞ മോണ്ടിസോറി കോഴ്സിലായിരുന്ന പുതിയ കോഴ്സ് ആണോ ഉദ്ദേശിക്കുന്നത്? പുതിയ കോഴ്സ് അല്ല, നമ്മൾ ഈ കോഴ്സിൽ തന്നെ മുൻപ് പറയണ്ടായി. ആണോ? കമ്മ്യൂണിക്കേറ്റ്, അത് എനിക്ക് അറിയില്ലല്ലോ കറക്റ്റ് ആയിട്ട്. ചിലപ്പോൾ ഇംഗ്ലീഷ് തന്നെ ആയിരിക്കാം ഉദ്ദേശിച്ചത്, പക്ഷെ ഒന്നിനും ടൈം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ, അറിയില്ല കേട്ടോ എങ്ങനെയാണെന്ന്. കാരണം ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ, നമ്മൾ തിയറീസ് പഠിക്കുന്ന കൂടുതൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പക്ഷെ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടി. എല്ലാവരും തിയറി പഠിക്കുന്ന തിരക്കിലും ഒക്കെ കൂടി ആയിപ്പോയില്ലേ. എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ഷൻ പോലെ ഇംഗ്ലീഷ്, സ്പോക്കൺ ഇംഗ്ലീഷ് പോലെയൊക്കെ സംസാരിക്കാം, സെൽഫ് ഇൻട്രഡക്ഷൻ ഒക്കെ പറയാന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ ലാസ്റ്റ് ഞാൻ മിക്ക ക്ലാസ്സിൽ അങ്ങനെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. കാരണം കുറച്ച് സ്ലോ ആയിപ്പോയി എല്ലാവരും. പഠിക്കപ്പോ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കുന്ന പെട്ടെന്ന് മനസ്സിലാവാണെങ്കിൽ നമുക്ക് ക്ലാസ് ആണ് മുന്നോട്ട് പോകും, പക്ഷെ അങ്ങനെ നടന്നില്ല. ടോപ്പിക് പ്രസന്റേഷൻ ക്ലാസ്സിൽ കൊടുക്കുന്നതാണ്, ടോപ്പിക് പ്രസന്റേഷൻ കൊടുക്കും, ഗ്രൂപ്പ് ഡിസ്കഷൻ കൊടുക്കും, എന്തെങ്കിലുമൊക്കെ സംസാരിപ്പിക്കാനൊക്കെ നോക്കായിരുന്നു. പക്ഷെ അതൊന്നും പറ്റിയില്ല. നിങ്ങൾക്ക് സ്ലോ ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും സ്ലോ ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ എന്തായാലും സംസാരിക്കാനാണെങ്കിൽ പോലും പറ്റിയില്ലെങ്കിലും തിയറീസ് എല്ലാം ഓക്കെ അല്ലേ? അല്ലെ? എല്ലാം പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം കറക്റ്റ് അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അന്ന് നമുക്ക് ഓരോ ടോപ്പിക് അങ്ങോട്ട് ഗ്രൂപ്പാക്കി തിരിച്ച് തന്നിരുന്നെങ്കിൽ നമുക്ക് ഒന്നും കൂടിയൊക്കെ വേഗം മനസ്സിലാക്കി വേഗത്തിൽ പോകായിരുന്നു. ആദ്യം നമ്മൾ കുറെ സമയം എടുത്തൊക്കെ മനസ്സിലാക്കി വരാന്, പിന്നെ കഴിഞ്ഞു, ഒക്കെ മനസ്സിലായി വന്നപ്പോഴത്തേനും കഴിഞ്ഞു, സമയം കഴിഞ്ഞു. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസമല്ലേ മാം ഉള്ളൂ, അതുകൊണ്ടാണ്. കഴിഞ്ഞു, കോഴ്സും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, ഇപ്പൊ സർട്ടിഫിക്കറ്റ് കിട്ടി. ഇപ്പൊ എല്ലാം കഴിഞ്ഞു. ഓക്കെ, അപ്പോ അത്രയൊക്കെയാണ് ഉള്ളത്. ഇനി ഒന്നും പറയാനില്ലല്ലോ. ഇനി നമ്മൾ തമ്മില് കോൺവെക്കേഷന് കാണാം. ഒന്നുമില്ലല്ലോ, നേരിട്ട് കാണുമ്പോൾ സംസാരിക്കട്ടോ. എല്ലാവരും വന്ന് സംസാരിക്കാം. പേര് പറയുമ്പോൾ മനസ്സിലായിരിക്കും, വിഷമിക്കേണ്ട, നിങ്ങൾ എനിക്കറിയാം. ഓക്കെ, പെട്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ചിലപ്പോൾ സ്റ്റക്കായി നിൽക്കും. ഓക്കെ, പേര് പറയുമ്പോൾ സ്റ്റക്കായി നിൽക്കും, അത് സ്വാഭാവികമാണ്. എല്ലാ സ്റ്റുഡൻസും വരുമ്പോൾ അങ്ങനെ ഉള്ളതാണ് കേട്ടോ. പെട്ടെന്ന് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് പറയാം. നിങ്ങളെ അറിയാം, പേര് കൊണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല, എനിക്ക് നിങ്ങൾ എല്ലാവരെയും അറിയാം.
അപ്പൊ വന്നിട്ട് എന്നോട് പറയാണ് ജാസ്മിൻ ആണ് മിസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ നിൽക്കും, ജാസ്മിനോ? പക്ഷെ MP5 സ്റ്റുഡൻസ് അങ്ങനെയാണ് ഞങ്ങൾ കാണുന്നത്. നിങ്ങളെ ഓരോരുത്തരെയും മെൻഷൻ ചെയ്ത് എനിക്ക് അറിയില്ല കറക്റ്റ് ആയിട്ട്. നമ്മൾ കാണുന്നില്ലല്ലോ, കണ്ടുപരിചയമില്ലല്ലോ, കേട്ടുപരിചയമുള്ളൂ. അതാണ് ക്യാമറ ഓൺ ആക്കാതെ തന്നെ ഒരു വർഷം ക്ലാസ് എടുത്തില്ല മാം. എപ്പോഴെങ്കിലും ഒരു ദിവസം എല്ലാവരും കൂടെ ക്യാമറ ഓൺ ചെയ്തിരിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പറയാം ഇന്നത്തെ ക്ലാസ് എടുത്ത സമയത്ത് ഗോപിന് എനിക്കറിയാം, ഗോപിന് ഓർമ്മയുണ്ട്. ക്ലാസ് എടുത്ത സമയത്ത് ഓൺ ചെയ്തു, അല്ലാതെ ആരെയും അറിയില്ല. ഞാൻ പക്ഷേ ഇത് പ്രാക്ടിക്കൽ സെക്ഷന് വരാൻ പറ്റില്ല മാം. കോൺവെക്കേഷൻ എന്തായാലും വരണമെന്നുണ്ട്. ഇപ്പൊ മിസ് ചെയ്യും. മാക്സിമം എല്ലാവരും കോൺവെക്കേഷൻ വരും കേട്ടോ, നല്ല രസമായിരിക്കും. ഓക്കെ, എല്ലാവരും കൂടെ എൻജോയ് ചെയ്യാം. എല്ലാവരും ഞാൻ ക്ഷണിക്കുന്നു കോൺവെക്കേഷൻ. ഓക്കെ, അപ്പോ കോണ്ടെക്സ്റ്റും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഒരുപാട് റെഫർ ചെയ്യുക. കോണ്ടെക്സ്റ്റ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ സ്വന്തമായിട്ട് കുറെ കാര്യങ്ങൾ പഠിക്കുക കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റൂ. ഓക്കെ, ഇംപ്രൂവ്മെന്റ്സ് എന്തെങ്കിലും വേണമെങ്കിൽ തന്നെ നിങ്ങളത് ഹാർഡ് വർക്ക് ചെയ്തേ പറ്റും. ഓക്കെ, നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവില്ലേ മാം? ഇപ്പൊ ക്ലാസ് എടുത്ത് ഇംഗ്ലീഷ് നല്ലൊരു ഇഷ്ടമായിട്ടുണ്ടാവില്ലേ മാം? ഇഷ്ടേ. ആദ്യം ഞാൻ പഠിപ്പിക്കാൻ വരാൻ ബുക്കായിട്ടാ വരാം. ഇപ്പൊ ബുക്കൊന്നും വേണ്ട, ഞാൻ പഠിപ്പിക്കും. അങ്ങനെയായി മാം. ക്ലാസ്സിൽ മാമിന്റെ ഇവിടുത്തെ സ്മാർട്ട് ശ്രീയിലെ ജയദേവൻ സാറും കുറെ മാംമാരൊക്കെ ഉണ്ടല്ലോ, അവരുടെ അടുത്തേക്ക് മാം ഫോണറ്റിക്സ് ഇതുപോലെ സംസാരിച്ചാൽ മതി. നിങ്ങളെ കളിയാക്കുന്ന പോലെ എന്നെയും കളിയാക്കുവര്. അല്ലെങ്കിൽ പറയോ ഇംഗ്ലീഷ് ടീച്ചർ എന്ന് പറയും എപ്പോഴും. എന്നെയാണ് ഇതും കൂടെ പറഞ്ഞ് ചെന്നാൽ മതി. ഓക്കെ, പിന്നെന്താ എന്താ പറയാൻ വന്നല്ലോ, ഞാൻ മറന്നു. പ്രാക്ടീസ് ചെയ്യാട്ടോ, പഠിപ്പിക്കാൻ നോക്കാം. ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഏതെങ്കിലും ഒരു കൂട്ടി ട്യൂഷൻ എടുക്കാനോ എന്തെങ്കിലും വന്ന് ചോദിച്ചാൽ ഒപ്പം കണ്ണടച്ചങ്ങ് എടുക്കുക. ഞാൻ എടുത്തതാന്ന് പറഞ്ഞെടുത്താൽ മതി കേട്ടോ. അങ്ങനെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കും. ഇംഗ്ലീഷ് നല്ല എന്ത് കാര്യം അങ്ങനെ പഠിക്കും, പഠിപ്പിച്ചാലും പഠിക്കും. ഓക്കെ, അപ്പോ അത്രയൊക്കെ ഉള്ളൂ. ഒരുപാട് സമയമായല്ലോ, എന്താണ് പോകേണ്ടതാണല്ലോ. 2 മണിക്കൂർ എന്തോ ആയി. ബോറടിക്കുന്നില്ലേ? ബോറടിക്കുന്നില്ല? പഠിക്കുമ്പോ മാത്രമേ ഞങ്ങക്ക് ബോറടിക്കുള്ളൂ. സംസാരിക്കുമ്പോ ഇല്ല എന്നൊക്കെ അല്ലെ? ഇങ്ങനെ സംസാരിച്ചിട്ടില്ല നമ്മൾ ഇംഗ്ലീഷ് ക്ലാസ്സിൽ, കുറവാണ്. എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാരും ഭയങ്കര റിലാക്സേഷനിലല്ലേ. അതുകൊണ്ട് ഇന്നിപ്പോ ക്ലാസ്സിൽ കയറിയിട്ടാണെങ്കിൽ അങ്ങനെ ഒരു ബോറൊന്നും തോന്നുന്നില്ല. ഇല്ലല്ലോ, ടെൻഷൻ അടിക്കാനോ ഒന്നുമില്ല. എന്താലേ? ഓക്കെ, അപ്പോ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, സോ let's wind up today's class. Okay, thank you all. See you on the next class. എന്ന് പറയാൻ പറ്റില്ല. Okay, so thank you. See you on. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Bye. Miss you. Okay, ma'am. ഞാൻ പോവാണ്. Okay, bye. മാമിന്റെ ഫോട്ടോ മാം പോയില്ലേ?